ഭാഗവതവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണതിന് മുമ്പ് നമ്മുടെ ഈ ജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയണം. ഈ ജന്മത്തിൻ്റെ സാഫല്യം എന്താണെന്നറിയണം. ഈ മനുഷ്യ ശരീരം കൊണ്ട് നമ്മൾ നേടേണ്ടത് എന്താണ് എന്നറിയണം. ചില അമ്മൂമ്മമാരുടെ സപ്താഹം കേൾക്കാൻ വരുമ്പോഴേ ഐഫോൺ ഉണ്ടാവും. പേരക്കുട്ടികൾ മേടിച്ചു കൊടുത്താൽ 1,50,000 രൂപയുടെയോ 60,000 രൂപയുടെ 70,000 രൂപയുടെയൊക്കെ ഐഫോൺ ഉണ്ടാവും. അതിങ്ങനെ കിണിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒച്ച ഉണ്ടാക്കണം. അത് ഓഫ് ചെയ്യാൻ പോലും അറിഞ്ഞുകൂടാ, സൈലൻ്റ് ആക്കാനും വേണ്ട. കോള് വന്നാൽ എടുക്കാൻ മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് മേടിച്ചാൽ ഒരു യൂസർ മാനുവൽ കിട്ടും. ഫ്രിഡ്ജ് എന്ന ഉപകരണം മേടിക്കുമ്പോൾ ഒരു യൂസർ മാനുവൽ കിട്ടും. ടി വി മേടിക്കുമ്പോൾ ഒരു യൂസർ മാനുവൽ കിട്ടും. AC മേടിക്കുമ്പോൾ ഒരു യൂസർ മാനുവൽ കിട്ടും. എല്ലാത്തിനും യൂസർ മാനുവൽ ഉണ്ട്. ഈ ഉപകരണങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്ന്. പക്ഷേ നമുക്ക് ആർക്കെങ്കിലും അറിയോ ഈ ഉപകരണം എങ്ങനെ ഉപയോഗിക്കാമെന്ന്? മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഉപകരണം എങ്ങനെ ഉപയോഗിക്കുക? എന്തിനാ ഉപയോഗിക്കുക? എന്തിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യജന്മം? ഇത് ചോദിച്ചാൽ നമുക്ക് പലർക്കും ഉത്തരവില്ല. അത് ഉത്തരം കിട്ടുന്ന ഒരേ ഒരു യൂസർ മാനുവലാണ് നമ്മുടെ മുമ്പിലുള്ള ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമോ നമസ്തേ ഗുരവേ മഹാത്മനെ വിമുക്തസംഗായ സദുത്തമായ നിത്യദ്വയാനന്ദരസസ്വരൂപിണേ ഭുംനേ സദാ ഭാരതയംബുധാംനേ. ഗുരുഭ്യോ നമഃ. ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരം ഗണപതയേ നമഃ. സുരാസുരാസേവിതപാദപങ്കജ കരേ വിരാജത് കമനീയ പുസ്തക വിരിഞ്ചപത്നീ കമലാസനസ്ഥിത സരസ്വതി നൃത്യതു വാചി മേ സദാ. സംസരസ്വത്യൈ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വാഗർത്ഥായുവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗദപ്പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. സൃഷ്ട്വാഖിലം ജഗദിദം സദസൽസ്വരൂപം ശക്ര്യസ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവവിശ്വജനനീം മനസാ സ്മരാമി. ശ്രീജഗദംബികായൈ നമഃ. ശ്രീകുടുങ്ങല്ലൂരമേ നമഃ. ഗോലോകനാഥം നതപാരിജാതം ഗോഗോപഗോപീനയനാബ്ജസൂരം നാനാവിഭൂഷാ പരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധ്യം. ശ്രീമദ്രത്നകിരീടകുണ്ടലധരം ശ്രീവന്യമാലാധരം ശ്രീപാദാർച്ചിതമുക്തിദാരനിരതം പാർത്ഥപ്രിയം മാധവം ഗോവിന്ദം ഗരുഡധ്വജം നിഗമസംവേദ്യം സരോജക്ഷണം ഗോശ്രീശാന്വയപാലകം സുരഗുരം പൂർണ്ണത്രൈശം ഭജേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. കാളിമഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ദുർഗാ ഭഗവതി ദുഃഖ വിനാശിനി ശരണം മേ തവ ചരണയുഗം. നന്ദകുമാരാ നവനിത ചോര ശരണം മേ തവ ചരണയുഗം. ഗുരുഭവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതേ. ഹര ഹര മഹാദേവ. കലിയുഗത്തിൽ ഭഗവാനെ ഉപാസിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം ശ്രീമദ് ഭാഗവത
സപ്താഹയജ്ഞം കൊണ്ട് ഭഗവാനെ ഉപാസിക്കാൻ ഒരിക്കൽ കൂടി നമുക്ക് അവസരം വന്നിരിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ കഥകൾ കേൾക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന ആള് ആരാ? മമ്മിയൂരപ്പനാ, സാക്ഷാൽ മഹാദേവൻ. തിരുവഞ്ചിക്കുളത്തപ്പനെന്നോ ശൃംഗപുരത്തപ്പനെന്നോ മമ്മിയൂരപ്പനെന്നോ അനേകം പേരുകൾ അറിയപ്പെടുന്ന ആ മഹാദേവൻ വൈഷ്ണവാനാം അഹം ശംഭു. ഭഗവാന്റെ കഥകൾ എത്ര കേട്ടാലും എനിക്ക് മതിയാവില്ല എന്ന് പറഞ്ഞ് ആ മഹാദേവൻ്റെ അപാരമായ അനുഗ്രഹം, ഭക്തവാത്സല്യം ഒരിക്കൽ കൂടി നമുക്ക് ലഭ്യമായിട്ടിരിക്കണു. അതുകൊണ്ട് ആ ഭഗവാന്റെ കഥകൾ, ഗുരുവായൂരപ്പൻ്റെ കഥകൾ പാടാനും പറയാനും അനുസ്മരിക്കാനും ആസ്വദിക്കാനും അനുഭവിക്കാനും സദാ നമുക്ക് ഭാഗ്യമുണ്ടാവണേ എന്ന് ശൃംഗപുരത്തപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ പാതാരവിന്ദങ്ങളിൽ ശരണാഗതി പ്രാപിച്ചുകൊണ്ട്, ആ മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിലേക്ക്, ആ മാഹാത്മ്യത്തിലേക്ക് പ്രവേശിക്കാം. ഹര ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഹര ശങ്കര ശിവ ശങ്കര ദുരിതം കള ശിവനെ, ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴിവരണേ. ഹര ശങ്കര ശിവ ശങ്കര ദുരിതം കള ശിവനെ, ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴിവരണേ. മരണേ മമ ഗുരുമന്ദിര രമണേ മതിവരണേ, തരണേ മമ ഹരിതൻ മൃദുചരണേ രതി ശിവനെ. ഇനി ഇങ്ങനെ ജനനീ ജനജഠരേ അധിവാസം, പനിമാമല മകൾ തൻ വരവരുതേ അരുളരുതേ. മുരളീരവതരളീകൃത നവവല്ലവ വനിതാവരമണ്ഡല പരിമണ്ഡിത ഗുരുമന്ദിരപതിയായി കലരുന്നൊരു നല ജീവിതമിവനേകുക ശിവനെ. മലർസായക മധുസൂദന മധുസൂദന ദയിത. ഹര ശങ്കര ശിവ ശങ്കര ദുരിതം കള ശിവനെ, ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴിവരണേ. മരണാർണവതരണപ്ലവമരുണാംബുജ സുഭഗം, ചരണം തിരുജവസൽപുരവരദേ മമ ശരണം. കരുണാകരമയി നീ കൃപ കലരാത കഴിച്ചാൽ, വരുമോദരമഗജാവര ഹരിതൻ പദമണയാൻ. ഹര ശങ്കര ശിവ ശങ്കര ദുരിതം കള ശിവനെ, ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴിവരണേ. അജനാരദ സുരനായകർപ്പണിയും തിരുവടിയും, സജലാംബുദ സുഭഗം തിരുവുടലും തിരുമുടിയും. മധുരാധര സുധയും തൊടുകുറിയും കുറുനിരയും, മധുമാധുരി പൊഴിയും ഭവമൊഴിയും തിരുമൊഴിയും. വിധുസുന്ദരമുഖവും ദയവഴിയും തിരുമിഴിയും, വിധുശേഖര വിളയാടണമനിശം മമ കരളിൽ. ഹര ശങ്കര ശിവ ശങ്കര ദുരിതം കള ശിവനെ, ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴിവരണേ. കദളീഗിരിധരണീ സുരഭണിതം ബഹുഫലദം, മുരളീധര ചരണാംബുജരദിതം ഗുരുദദിതം. ഹര ശങ്കര ശിവ ശങ്കർ ദുരിതം കള ശിവനെ, ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴിവരണേ. ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴിവരണേ. ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴിവരണേ. ഹര ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം എന്ന മോക്ഷശാസ്ത്രത്തിൻ്റെ മാഹാത്മ്യം എന്താണ് എന്ന് വേദവ്യാസ മഹർഷി തന്നെ പത്മപുരാണത്തിൽ 6 അധ്യായങ്ങൾ കൊണ്ട് വർണ്ണിച്ചിട്ടുണ്ട്. സമയപരിമിതി കൊണ്ട്
നമുക്ക് ഒരധ്യായം പാരായണം ചെയ്തിട്ട് യഥാശക്തി നമുക്ക് അനുസ്മരിക്കാം. ഭഗവാന്റെ കഥകൾ കേൾക്കാൻ അസുലഭമായ ഭാഗ്യം നമുക്ക് ഒരിക്കൽ കൂടെ കൈവന്നു. ഇതൊന്നും നമ്മുടെ കേമത്തല്ല. ഭക്തവത്സലനായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായ വാത്സല്യം, ഭക്തവത്സലനായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ക്ഷിപ്രപ്രസാദിയായ മഹാദേവൻ്റെ, ആർത്തത്രാണപരായണിയായ കൊടുങ്ങല്ലൂരമ്മയുടെ, കലിയുഗവരുതനായ ധർമ്മശാസ്താവിൻ്റെ, പരമപൂജനീയരായ ഗുരുജനങ്ങളുടെ, ശ്രേഷ്ഠരായ പിതൃക്കളുടെ, ഭക്തരായ സജ്ജനങ്ങളുടെ, ഇങ്ങനെ അനേകം മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ടാണ് ഭാഗവതത്തിൻ്റെ മുമ്പിൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള എല്ലാ അവസരങ്ങളിലും അനുനിമിഷത്തിലും ആ ദിവ്യ തേജസ്സുകളുടെ മഹനീയമായ സാന്നിധ്യവും അനുഗ്രഹാശിസുകളും നമ്മളോടൊപ്പം ഉണ്ടാവണേ എന്നും ഈ സപ്താഹയജ്ഞം നിർവിഘ്നം സമംഗളം ഭഗവത്പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാറാകണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് ഭാഗവതം എന്ന മോക്ഷശാസ്ത്രത്തിൻ്റെ മഹാപുരാണത്തിൻ്റെ മഹാത്മ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പത്മപുരാണത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 അധ്യായങ്ങളിലായിട്ട് വേദവ്യാസ മഹർഷി തന്നെ പറഞ്ഞിരിക്കുന്നു എന്താണ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം. അത് ഒരധ്യായം നമുക്ക് പാരായണം ചെയ്യാം. എന്നിട്ട് യഥാശക്തി നമുക്ക് അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഭാഗവതം എന്നത് എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് ഭാഗവതം എന്ന ശാസ്ത്രവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ആദ്യം അറിയണം. എന്നാലല്ലേ ഭാഗവതം കേട്ടിട്ട് കാര്യമുള്ളൂ. ഭാഗവതവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണതിന് മുമ്പ് നമ്മുടെ ഈ ജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയണം. ഈ ജന്മത്തിൻ്റെ സാഫല്യം എന്താണെന്നറിയണം. ഈ മനുഷ്യ ശരീരം കൊണ്ട് നമ്മൾ നേടേണ്ടത് എന്താണ് എന്നറിയണം. ഈ മനുഷ്യജന്മത്തിൻ്റെ സാഫല്യം ലോകത്തിൽ ഏറ്റവും പരിഷ്കൃതമായവർ, ഏറ്റവും ശ്രേഷ്ഠമായ ജീവനാണ് മനുഷ്യൻ. അത് മോഡേൺ സയൻസും സമ്മതിക്കണം. ഹോമോസാപ്പിയൻസ് എന്ന പരിണാമശ്രേണിയിൽ ഏറ്റവും ഉയർന്ന രീതിയിൽ സ്ഥിതി ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ അഭിമാനിക്കണം. നമ്മളെക്കാൾ കേമന്മാർ ലോകത്ത് വേറെ ആരുമില്ല. എന്നാൽ നമ്മുടെ ലക്ഷ്യം എന്താ? ഒരാളോട് ചോദിച്ചു നോക്കൂ, വാട്ട് ഈസ് യുവർ എയിം? ഒരാളോടൊന്ന് ചോദിച്ചാൽ മതി, എന്താ തൻ്റെ ലക്ഷ്യം എന്ന്. അപ്പോഴാണ് തല ചൊറിയ. എന്താ അതറിഞ്ഞൂടാ. ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടില്ല ഈ വിവരം. ഈ മനുഷ്യ ശരീരത്തിൻ്റെ ഉപയോഗം എന്താണ് എന്ന് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടില്ല. ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ മീൻചന്തയിലോ ഏത് ഹൈസ്കൂളിലോ ഏത് യൂണിവേഴ്സിറ്റിയിലോ പോയാലും കിട്ടില്ല നമുക്ക്. അപ്പം എങ്ങനെ അറിയാം ഈ മനുഷ്യ ശരീരത്തിൻ്റെ ഉപയോഗം എന്താണെന്ന്? നമ്മൾ പല പല സാധനങ്ങൾ മേടിക്കാറില്ലേ? ഫ്രിഡ്ജ്, AC, TV, കാറ്, ഒരുപാട് സാധനങ്ങൾ മേടിക്കാറുണ്ട്. ഈ സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു പുസ്തകം കിട്ടും. ആരെങ്കിലും വായിച്ചു നോക്കാറുണ്ടോ? അത് എവിടെ വായിച്ചു നോക്കണല്ലേ? ഒന്നാമത് കുഞ്ഞക്ഷരം, പിന്നെ പേജും ഉണ്ടാവും. എന്താ സാധനം എന്നറിയോ? യൂസർ മാനുവൽ എന്നാണ്. ഈ ഉപകരണം എങ്ങനെ ഉപയോഗിക്കാം, ഈ AC എങ്ങനെ ഉപയോഗിക്കാം. ചില അമ്മൂമ്മമാരുടെ സപ്താഹം കേൾക്കാൻ വരുമ്പോഴേ ഐഫോൺ ഉണ്ടാവും. പേരക്കുട്ടികൾ മേടിച്ചു കൊടുത്താൽ 1.5 ലക്ഷം രൂപയുടെയോ 60,000 രൂപയുടെ 70,000 രൂപയുടെയൊക്കെ ഐഫോൺ ഉണ്ടാവും. അതിങ്ങനെ കിണിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒച്ച ഉണ്ടാക്കണം. അത് ഓഫ് ചെയ്യാൻ പോലും അറിഞ്ഞുകൂടാ, സൈലൻ്റ് ആക്കാനും വേണ്ട. കോള് വന്നാൽ എടുക്കാൻ മാത്രമേ എനിക്കറിയുള്ളൂ. അതുകൊണ്ട് സപ്താഹ വേദികളിൽ ആദ്യം ചെന്നാൽ ഞാൻ പറയാം, നിങ്ങളുടെ മൊബൈൽ ഫോൺ സൈലൻ്റ് ആക്കുമെന്നാണ്. നമ്മൾ മനുഷ്യൻ്റെ കലിയുഗ മനുഷ്യൻ്റെ തല പോയാലും പ്രശ്നമില്ല, പക്ഷെ കയ്യിൽ നിന്ന് മൊബൈൽ പോവാന്ന് പറഞ്ഞാൽ ജീവൻ പോണേക്കാ പ്രശ്നം. കുരങ്ങൻ പാമ്പിനെ പിടിച്ചേക്കണ പോലെ നമ്മൾ മൊബൈൽ ഫോൺ താഴെ വെക്കണത് എപ്പോഴാണെന്നറിയോ? ഒരൊറ്റ സമയത്ത് മാത്രമേ ഉള്ളൂ. എപ്പോൾ?
കുളിക്കുമ്പോൾ അത് നനഞ്ഞാൽ കേടുവരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം. അല്ലാണ്ട് നമ്മൾ ഊണ് കഴിക്കുമ്പോഴും ഇങ്ങനെ തോണ്ടിക്കൊണ്ടല്ലേ ഇരിക്കുക. നമ്മൾ നോക്കിക്കോളും, നമ്മുടെ പിള്ളേരെ നോക്കിക്കോളും. അപ്പോൾ ആ സാധനത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയില്ല. കോൾ എടുക്കാൻ മാത്രമേ അറിയുള്ളൂ. നമ്മുടെ മൊബൈൽ ഫോണിന് തന്നെ എത്രയോ എത്രയോ ഉപയോഗങ്ങളുണ്ട്. അതിൻ്റെ 1% പോലും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് മേടിച്ചാൽ ഒരു യൂസർ മാനുവൽ കിട്ടും. ഫ്രിഡ്ജ് എന്ന ഉപകരണം മേടിക്കുമ്പോൾ ഒരു യൂസർ മാനുവൽ കിട്ടും. ടി വി മേടിക്കുമ്പോൾ ഒരു യൂസർ മാനുവൽ കിട്ടും. AC മേടിക്കുമ്പോൾ ഒരു യൂസർ മാനുവൽ കിട്ടും. എല്ലാത്തിനും യൂസർ മാനുവൽ ഉണ്ട്, ഈ ഉപകരണങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്ന്. പക്ഷേ നമുക്ക് ആർക്കെങ്കിലും അറിയോ ഈ ഉപകരണം എങ്ങനെ ഉപയോഗിക്കാമെന്ന്? മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഉപകരണം എങ്ങനെ ഉപയോഗിക്കുക? എന്തിനാ ഉപയോഗിക്കുക? എന്തിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യജന്മം? ഇത് ചോദിച്ചാൽ നമുക്ക് പലർക്കും ഉത്തരവില്ല. അത് ഉത്തരം കിട്ടുന്ന ഒരേ ഒരു യൂസർ മാനുവലാണ് നമ്മുടെ മുമ്പിലുള്ള ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ഭാഗവത സ്വരൂപിയായിരിക്കുന്ന ഗുരുവായൂരപ്പൻ നമുക്ക് പറഞ്ഞു തരണു എന്തിനാണ് ഈ മനുഷ്യ ശരീരം തന്നിരിക്കുന്നത്, എന്താണ് ഈ മനുഷ്യ ശരീരത്തിൻ്റെ ഉപയോഗം എന്ന്. നമ്മൾ പല സാധനങ്ങളും മേടിക്കാൻ നേരത്തെ പറഞ്ഞു, AC, ഫ്രിഡ്ജ്, TV, കാറ്, ബൈക്ക്, എന്ത് സാധനം മേടിച്ചാലും മേടിക്കാൻ ചെല്ലുമ്പോൾ പീഡിയക്കാരനോട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? എത്ര കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട് അല്ലേ? ഈ സാധനത്തിന് എത്ര കൊല്ലം ഗ്യാരണ്ടി ഉണ്ട്? ഇത് ചോദിക്കുന്ന ആളാരാ? ഒരു ഗ്യാരണ്ടി ഇല്ലാത്തവനാണ് അല്ലേ? 10 കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് മേടിക്കുക. ഈ 10 കൊല്ലം ജീവിച്ചിരിക്കുമോ നമ്മൾ? അതിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഒരു ഗ്യാരണ്ടി ഇല്ലാത്തവനാണ് ഗ്യാരണ്ടിയുള്ള സാധനം തേടി നടക്കുന്നത്. ജലത്തിലെ പോളകളെന്ന പോലെ ചലം മനുഷ്യനു ശരീരബന്ധം, കുലം ബലം പുത്രകളത്ര ജാലം, ഫലം വരാ മൃത്യു വരുന്ന നേരം. എന്തൊക്കെ 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 യോഗ്യതകൾ ഉണ്ടെങ്കിലും എപ്പോഴാണ് നമ്മുടെ ഈ ഉപകരണം നമുക്ക് നഷ്ടാവുക? ആർക്കെങ്കിലും അറിയോ? ദ്വിതീയ സ്കന്ധം തുടങ്ങുമ്പോൾ നാളെ കാണാം ഉച്ചയ്ക്ക്. നമുക്ക് 2 DD ആണെന്നാണ് പറയുക. 2 DD. ആദ്യത്തെ DD മിക്കവാറും നമ്മുടെ SSLC ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് നോക്കിയാൽ കാണും. എന്താ? ഡേറ്റ് ഓഫ് ഡെലിവറി. നമുക്ക് ജനിച്ച ദിവസേ DOB എന്ന് പറയും നമ്മൾ. പിന്നത്തതോ? പിന്നത്തെ DD ഡേറ്റ് ഓഫ് ഡെത്ത്. അത് ആർക്കറിയാം? ഒരു ജ്യോത്സ്യനും പറയാൻ പറ്റില്ല. ജ്യോത്സ്യന്മാർ ജാതകം എഴുതുമ്പോൾ ശേഷം ചിന്തിയം എന്നാ എഴുതുക. അവൻ്റെ തലയിലെഴുത്ത് പോലെ ഇരിക്കും. അപ്പോൾ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തവനാണ് ഗ്യാരണ്ടിയുള്ള സാധനം തേടി നടക്കുന്നത്. അടുത്ത ശ്വാസം എടുക്കുന്നുള്ളതിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? നമ്മൾ പറയാറില്ലേ, ഇന്നലെ ഞങ്ങൾ സംസാരിച്ചതാത്രേ, നാളെ കാണാമെന്ന് പറഞ്ഞതാത്രേ, എൻ്റെ തൊട്ടടുത്ത് ഇരുന്നതാത്രേ, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അത്രേ, എത്രേ 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 എന്ന് പറയും. രാവിലെ കേൾക്കണു മുകളിലേക്ക് വിസ കിട്ടിയിരുന്നു അല്ലേ? ഇതാണ് നമ്മുടെ സ്ഥിതി. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിൽ ഈ ഉപകരണം നമുക്ക് നഷ്ടപ്പെടാം. ആ ഉപകരണം നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഈ ഉപകരണം കൊണ്ട് നേടേണ്ടത് എന്താണ്? വളരെ 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 ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഈ മനുഷ്യ ശരീരം. ഹ്യൂമൻ ലൈഫ് ഈസ് സോ പ്രീഷ്യസ്. വളരെ വളരെ വിലപ്പെട്ടതാണ്. ഗതം ഗതം സർവം ഉപേക്ഷണീയം. കഴിഞ്ഞു പോയത് കഴിഞ്ഞു. സമയം നമ്മുടെ കയ്യിൽ പിടിച്ചാൽ കിട്ടില്ല. വരാനുള്ളത് നമ്മുടെ കയ്യിലുമല്ല. അപ്പം എന്താ നമ്മുടെ കയ്യിലുള്ളൂ? പ്രസന്റ് മൊമെന്റ്. ഇപ്പോഴത്തെ ഈ സെക്കൻഡ്. ഓരോ നിമിഷവും നമ്മുടെ പ്രഷ്യസാണ്. ആ നിമിഷം കൊണ്ട്
നമ്മൾ എന്താ നേടേണ്ടത്? ഈ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രഷ്യസ് ആണെന്ന് പറഞ്ഞു, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ഭാഗവതത്തിൽ ഉടനീളം പറയുന്നത് ഈ ഒരു കാര്യമാണ്. എന്ത്? ഈ ഉപകരണം എങ്ങനെ പ്രവർത്തിപ്പിക്കാം? ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവത ഇതും ഭാഗവതം, ഭഗവാന്റെ കഥകളുടെ സംക്ഷിപ്ത രൂപം. സംക്ഷിപ്തം, സമ്മറി എന്നാ പറഞ്ഞത്. 335 അധ്യായങ്ങളിലായിട്ട് 18,000 ഗ്രന്ഥങ്ങളിലായിട്ട് 12 സ്കന്ധങ്ങളിലായിട്ട് 7 ദിവസം കൊണ്ട് നമ്മൾ കേൾക്കുന്ന ഈ ഭാഗവതം എങ്ങനെയാ ഭഗവാന്റെ കഥകളുടെ സമ്മറി എന്ന് പറയണേ, ചുരുക്കം എന്ന് പറയണേ? ഏകാദശ സ്കന്ധത്തില് നിമി നവയോഗി സംവാദത്തില് ദ്രുമിളൻ എന്ന യോഗീശ്വരൻ പറയും, യോവാ അനന്തസ്യ ഗുണാനന്ദാൻ അനുക്രമിഷ്യൻ സതു ബാലബുദ്ധി. ഭഗവാന്റെ കഥകളെ വർണ്ണിക്കാം എന്ന് ഒരാൾ തീരുമാനിച്ചാൽ അത് ബാലബുദ്ധിയാണ്, വിഡ്ഢിത്താണ്, നടക്കണ കാര്യമല്ല. 1000 നാവുള്ള ഒരു അനന്തതയെ നിനക്കാവുമോ ഭഗവാനെ വാഴ്ത്താൻ? ദ്രുമിളൻ പറഞ്ഞു, രജാംസി ഭൂമേർ ഗണയിൽ കഥഞ്ചിൽ കാലേന. ഈ മണ്ണിലെ എത്ര മണൽത്തരികളുണ്ട് എന്ന് വേണമെങ്കിൽ ആയുസ്സുണ്ടെങ്കിൽ നമുക്ക് എണ്ണി തീർക്കാം. നൈവാഖില ശക്തി ധാമന. ഭഗവാന്റെ മാഹാത്മ്യത്തിനെ പൂർണ്ണമായിട്ട് വർണ്ണിക്കാൻ ലോകത്താർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് സംഗ്രഹം എന്ന് പറഞ്ഞത്. ഭഗവാന്റെ കർമ്മങ്ങളെ മുഴുവൻ ലീല എന്നാണ് പറയുക, വിനോദം എന്നാണ് പറയുക, കളി എന്നാണ്. ഭഗവാൻ എല്ലാം കളിയാണ്. നമ്മളാകുന്ന മനുഷ്യർ മാത്രമേ ഏറെ പിടിച്ച് സീരിയസ് ആയിട്ട് നടക്കുന്നുള്ളൂ. അതുകൊണ്ടെന്താ, നമുക്ക് ടെൻഷൻ ഒഴിഞ്ഞിട്ട് നേരില്ല. നമ്മുടെയൊക്കെ ധാരണ നമ്മൾ എന്തൊക്കെയോ വലിയ സംഭവമാണെന്നാണ്. അമ്മൂമ്മമാര് പറയില്ലേ, ഗൗളി ഉത്തരം താങ്ങണത് പോലെയെന്ന്. ഞാനില്ലെങ്കിൽ കാണാറുന്നോ, ഇതല്ലേ നമ്മുടെ ഭാവം. നമ്മളില്ലെങ്കിൽ എന്താ? നമ്മളില്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. നമ്മുടെയൊക്കെ ധാരണ അങ്ങനെയാണ്. അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്ന ഈ ഉപകരണത്തിൻ്റെ ഉപയോഗം എന്താണ്? ഭഗവാന്റെ കഥകളിൽ കൂടി നമുക്ക് പറഞ്ഞു തരണത് ഇതാണ്. ഈ ഉപകരണത്തിൻ്റെ ഉപയോഗം എന്താ? ഭാഗവത്തിൽ എത്ര സ്ഥലത്താണ് നമ്മളോട് പറയണേന്നറിയോ? ഇന്നത്തെ കലിയുഗ മനുഷ്യൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. കുറെ കഥകൾ കേൾക്കും. ആനയുടെ കാലമ്മേ മുതല പിടിച്ചതും ദുർവാസാവിനെ സുദർശന ചക്രം ഓടിച്ചതും ഇതൊക്കെ കേൾക്കും. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി വേദവ്യാസ മഹർഷി ചില രത്നങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യും. ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ആ രത്നങ്ങളെ നമുക്ക് കണ്ടെത്താൻ പറ്റണം. ആ രത്നങ്ങളെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റണം. അത് ജീവിതത്തിൽ പകർത്താൻ പറ്റണം. എല്ലാ ഭാഗവത സപ്താഹ വേദികളിലും എല്ലാ പ്രഭാഷണ വേദികളിലും ഞാൻ പറയാറുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഭാഗവതം നിങ്ങൾ ആസ്വദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അതിൽ നിന്ന്? ഇതാണ് ഒന്നാമത്തെ കാര്യം. എന്താ അതിൽ നിന്ന് മനസ്സിലായത്? രണ്ടാമത്തേത്, മനസ്സിലായതിൽ എത്ര ശതമാനം നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തി? നമ്മൾ സ്വയം ചോദിക്കുക, മറ്റുള്ളവരോടല്ല. സെൽഫ് അനാലിസിസ്, ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും, ആത്മപരിശോധന. ഭാഗവതം ആസ്വദിച്ചിട്ട് എന്താ മനസ്സിലായത്? കലിയുഗ മനുഷ്യന്റെ കാര്യം വളരെ രസമാണ് കേട്ടോ. എന്താണ് വേദവ്യാസ മഹർഷി ഉദ്ദേശിച്ചത് അത് മാത്രം മനസ്സിലാക്കില്ല. മഹാഭാരതം വായിച്ചിട്ടുണ്ടോ? നമ്മുടെ കേരളവ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ നമ്പുരാൻ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇനി സംസ്കൃതം അറിയാത്തവർക്ക് വേണമെങ്കിൽ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. വായിച്ചിട്ടുണ്ടോ? ഓ, വായിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ മനസ്സിലായേ? പാഞ്ചാലിക്ക് പാത്രം കഴുകാൻ വശല്ല, അതല്ലേ? അതുകൊണ്ടല്ലേ ചീരയുടെ അല്ല ബാക്കി വന്നേ. പാഞ്ചാലിയുടെ വാഷിംഗ് പ്രോപ്പർ അല്ല എന്നാണ്. ഭാഗവതം കേട്ടിട്ടുണ്ടോ?
അതിലെന്താ പറഞ്ഞേക്കണേ? നുണ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ? മഹാബലിയോട് ശുക്രമഹർഷി പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ കേട്ടിട്ട് കാര്യമില്ല. അപ്പൊ ഭാഗവതം നമ്മളോട് പറയണത് ഈ മനുഷ്യ ശരീരം കൊണ്ട് നമ്മൾ നേടേണ്ടത് എന്താണ്? എല്ലാ സ്കന്ധത്തിലും ഇതിൻ്റെ ഒരു സൂചന പറയും. നൃദേഹമാദ്യം സുലഭം സുദുർലഭം. നമ്മുടെ ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് സുദുർലഭം, വളരെ ദുർലഭമായിട്ട് കിട്ടുന്നതാണ്. സുഹൃതത്തിൻ്റെ ശക്തി കൊണ്ട് കിട്ടുന്നതാണ്. 84 ലക്ഷം സ്പീഷീസ് ഉണ്ട് ലോകത്തിലെ ജീവിവർഗങ്ങളെന്നാണ്. 84 ലക്ഷം ജീവികളല്ല, 84 ലക്ഷം ജീവിവർഗങ്ങൾ. ഭാരതത്തിൽ തന്നെ 140 കോടി മനുഷ്യരുണ്ട് എന്നാണ്. ആ മനുഷ്യരെ മൊത്തം ഒന്നായി, ലോകത്തിലുള്ള മനുഷ്യരെ മൊത്തം 1, മാടപ്രാവുകളെ മൊത്തം 2, പശുക്കളെ മൊത്തം 3, ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ 84 ലക്ഷം ജീവിവർഗങ്ങളുണ്ട്. ഇങ്ങനെ അനേകം ജീവിവർഗങ്ങളുടെ ശരീരങ്ങളെ മാറി 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 സ്വീകരിച്ച് ഏറ്റവും അവസാനം മനുഷ്യജന്മം കിട്ടിയേക്കുക നമുക്ക്. രസകരമായിട്ടുള്ള സരസനായ ഒരു കവി പറഞ്ഞു, പയ്യീച്ച പൂച്ച പുലി വണ്ടെലി ഞണ്ടു പച്ച പയ്യെന്നു തൊട്ട് പലമാതിരിയായ ജന്മം പയ്യെ കഴിഞ്ഞ് പുനരീ മനുജാകൃതി. മനുഷ്യന്റെ ജന്മം നമുക്ക് കിട്ടി സുഹൃതത്തിന്റെ ആധിക്യം കൊണ്ട്. നിർദേഹമാദ്യം സുലഭം സുദുർലഭം. അതിന്റെ വിശേഷങ്ങൾ പറഞ്ഞു. പ്ലവം, പ്ലവം എന്ന് പറഞ്ഞാൽ പൊങ്ങുതടി എന്നർത്ഥം, കപ്പൽ എന്നർത്ഥം, താന്നു പോവാത്തത് എന്നർത്ഥം. നമ്മുടെ ക്ലേശപൂർണമായിരിക്കുന്ന ദുഃഖങ്ങൾ നിറഞ്ഞ ഈ ജീവിതം എന്ന് പറയണത് ഒരു സമുദ്രമായിട്ടാണ് ഭാഗവതം പറയുക. വനമായിട്ട് പറയും. ഭവാടവി എന്ന് പഞ്ചമസ്കന്ധത്തിൽ കാണാം. പൊതുവെ പറയുക ഭവസാഗരം എന്നാണ്. കാരണം ഭീകരമായിട്ടുള്ള തിരമാലകളാണ്, ഭീകരമായിട്ടുള്ള ചുഴികളാണ്, ഭീകരമായിരിക്കുന്ന ജലജന്തുക്കളാണ്. എത്ര 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 ദുരിതങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരണതെന്ന് കയ്യും കണക്കൂല. ഇങ്ങനെ ദുരിതങ്ങളുടെ ഒരു സാഗരമാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് ഭവസാഗരം, സംസാരസാഗരം എന്നൊക്കെ പറയണത്. അപ്പൊ ഈ സംസാര സാഗരത്തിനെ അക്കരെ കടക്കണം. അക്കരെയാണ് മോക്ഷമാർഗം, ഭഗവത്പദം. കരകാണാത്ത കടൽ പോലെ പരന്നു കിടക്കണു നമ്മുടെ ദുഃഖങ്ങൾ. ഈ ദുഃഖങ്ങളെ മറികടക്കാനല്ലേ നമ്മൾ നോക്കണേ? പഞ്ചമസ്കന്ധം തൃതീയ സ്കന്ധം തുടങ്ങുമ്പോഴേ ഹസ്തിനപുരിയിലെ മന്ത്രിയായിട്ടുള്ള വിതുരൻ ഹരിദ്വാരത്തിൽ ചെന്നിട്ട് മൈത്രേയൻ എന്ന് പറയുന്ന മഹർഷിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ എന്നും ചോദിക്കുന്ന ചോദ്യം. എന്താ ചോദ്യം എന്നറിയോ? സുഖായ കർമാണി കരോതി ലോകോ തതൈ സുഖം വന്യതുപാരമം വാ വിന്ദേത ഭൂയസ്തതയേവ ദുഃഖം. സുഖായ കർമാണി കരോതി ലോക. ലോകത്തിലുള്ള ആൾക്കാർ എല്ലാവരും പ്രവർത്തിക്കണത് സുഖം കിട്ടാനാ, അല്ലേ? രാവിലെ നമ്മൾ എണീറ്റിട്ട് രാത്രി കിടക്കുന്നത് വരെ എന്തെല്ലാം 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 ചെയ്യണ്ടോ അതൊക്കെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആർക്കെങ്കിലും കിട്ടിയോ ഈ സാധനം? ഓ, നെഞ്ചത്ത് കൈവച്ചൊന്ന് പറയാൻ പറ്റുമോ? ഐ എം പെർഫെക്റ്റ്ലി ഹാപ്പി എന്ന്. എനിക്ക് സന്തോഷം, എനിക്ക് ഒരു ദുഃഖവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, ഒരു ദുഃഖവും ഇല്ല എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ ലക്ഷണമുള്ളവർ ഒന്നോ രണ്ടോ പേര് പറയുകയായിരിക്കും, അല്ലേ? അപ്പൊ സുഖായ കർമാണി കരോതി ലോക. സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കണു. നദൈ സുഖം വാ, സുഖം കിട്ടണില്ല. അന്യതുപാരമം വാ, ദുഃഖം കുറയണില്ല. ഭൂയസ്തതയേവ ദുഃഖം, ദുഃഖം ഇങ്ങനെ വർദ്ധിച്ചു വരിക. എന്തൊരു ഐറണിയാന്ന് നോക്കൂ, വിരോധാഭാസം, അല്ലേ? സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സുഖമല്ലേ കിട്ടണ്ടേ? എന്താ ദുഃഖം കിട്ടണേ?
എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത് സുഖത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ആർക്കും സുഖം കിട്ടണില്ലല്ലോ. എന്താ ഇപ്പം ഇതിൻ്റെ കാരണം? നമ്മൾ ആരും ചിന്തിക്കാറില്ല. നമ്മൾ ഇതൊക്കെ എൻ്റെ തലവിധി, ഇങ്ങനെ തലയിൽ കൈവച്ചിരിക്കും നമ്മൾ, അല്ലേ? എന്താ കാരണം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യ ശരീരം തന്നിരിക്കുന്നത്. മൃദേഹമാദ്യം സുലഭം സുദുർലഭം. ഈ മനുഷ്യര് തന്നത് അത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാ. എന്താ എനിക്ക് സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സുഖം കിട്ടണില്ല എന്ന് മാത്രമല്ല, ദുഃഖം മാത്രം കിട്ടണു. എന്താ കാരണം? ഭാഗവതം പറയും, നിങ്ങൾ പോണതേ സുഖത്തിന്റെ പുറകെ അല്ല, പിന്നെയോ സുഖമെന്ന് തോന്നിപ്പിക്കുന്ന സാധനത്തിന്റെ പുറകെയാണ്. സുഖമെന്ന് തോന്നിപ്പിക്കുന്ന വസ്തുക്കളുടെ പുറകെയാണ്. കിട്ടാത്ത സാധനത്തിന്റെ പുറകെയാണ് പോണേ. രാവിലെ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോഴേ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിൽക്കുക, സൂര്യൻ ഓപ്പോസിറ്റായിട്ട്. സൂര്യൻ കിഴക്ക് ഉദിക്കുമ്പോൾ രാവിലെ വേണം കേട്ടോ. സൂര്യൻ രാവിലെ കിഴക്കൊണ്ട് ഉദിക്കുമ്പോൾ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിൽക്കുക. അപ്പം നമ്മുടെ നിഴൽ കാണാം പടിഞ്ഞാട്ട്. അതിൻ്റെ തലയിലൊന്ന് തൊടാൻ പോയാലോ, നമ്മുടെ കൈ കൊണ്ട് നിഴലിൻ്റെ തലയിൽ തൊടാൻ പോയാൽ എപ്പോഴെങ്കിലും നടക്കുമോ? ഒരിക്കലും നടക്കില്ല. ഇതേപോലെയാണ് സുഖത്തിൻ്റെ പുറകെയല്ല നമ്മൾ പോണത്, സുഖമെന്ന് തോന്നിപ്പിക്കുന്ന വസ്തുക്കളുടെ പുറകെയാണ്. കൊടുങ്ങല്ലൂർ താലപ്പൊലി എഴുന്നള്ളിച്ച് നിൽക്കുമ്പോഴേ നമ്മൾ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ ആ താലപ്പൊലി കാവിലേക്ക് എത്തുന്ന സമയത്ത് പിള്ളേർ ചിണുങ്ങാൻ തുടങ്ങും. ബലൂൺ വേണമെന്നും പറഞ്ഞു, ഇല്ലേ? ബലൂൺ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും വേണ്ട, കുറച്ച് നേരത്തൊക്കെ ഉള്ളൂ. ഒടുക്ക വാശി പിടിച്ച് അലറി പിടിച്ച് കയ്യുമ്പോൾ തൂങ്ങി മണ്ണിൽ കിടന്ന് ഉരുണ്ട് ലഹളയിലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 50 രൂപ കൊടുത്ത് നമ്മൾ ബലൂൺ മേടിക്കും. ബലൂൺ മേടിച്ചിട്ട് താലപ്പൊലി കാവിലേക്ക് ഇങ്ങനെ കടക്കേണ്ട താമസം അതിൻ്റെ പണി കഴിഞ്ഞു. നമ്മളെന്താ പറയുക? അപ്പോഴേ ഞാൻ പറഞ്ഞതാ വേണ്ട 5 മിനിറ്റ് നേരത്തേക്കേ ഉള്ളൂ എന്ന്, വെറുതെ 50 രൂപ കളഞ്ഞു എന്ന്. ഭാഗവതം ചോദിക്കുക, ആ ബലൂണിന് വേണ്ടി വാശി പിടിച്ച കുട്ടിയെ കുറ്റം പറയാൻ നിങ്ങൾക്ക് വല്ല യോഗ്യതയുണ്ടോ? നിങ്ങൾ ഈ പുറകെ ഓടണ എത്തിൻ്റെ പുറകെയാണ്. സുഖം തരണ വസ്തുക്കളുടെ പുറകെയാണോ? ലോകത്തിൽ സുഖമെന്ന് വിചാരിച്ച് നമ്മൾ പോകുന്ന കുറേ സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നശിക്കാത്തതുണ്ടോ? ലോകത്തിൽ നശിക്കാത്ത ഒരു സാധനത്തിന്റെ പേര് പറയൂ. നമ്മൾ സമ്പത്ത്, സന്തതി, ഗൃഹം, ഭാര്യ, ഭർത്താവ്, ആഭരണം, വസ്ത്രം, ആഹാരം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൽ നശിക്കാത്ത ഒരു സാധനത്തിന്റെ പേര് പറയൂ. എല്ലാം നശിക്കണതാണ്. അപ്പൊ നശിക്കണ സാധനത്തിൽ നിന്ന് നശിക്കണ സുഖല്ലേ കിട്ടുള്ളൂ. ഇത് നമ്മൾ ചിന്തിക്കാറുണ്ടോ എപ്പോഴെങ്കിലും? ഇവിടെ വന്നിരുന്നപ്പോൾ കൊതുക് അടിച്ചിട്ട് വയ്യ, എന്തൊരു അസ്കിത, ഭയങ്കര ചൂട്, ഫാൻ അങ്ങോട്ട് ഓൺ ചെയ്തു, ഇപ്പൊ സുഖമാണ്. അതിന് ശക്തമായിട്ടുള്ള എയർ ഫ്ലോ വരണേ. എനിക്കിരുന്ന് തണുത്തിട്ട് വയ്യ കുറച്ച് കഴിഞ്ഞപ്പോൾ. എൻ്റെ സുഖം കഴിഞ്ഞില്ലേ? സുഖിക്കാൻ വേണ്ടിയിട്ടാണ് ഫാനിട്ട്. അതിൽ കാറ്റോടെ ഇരിക്കപ്പെടുന്നത് ഇല്ല. അപ്പോൾ ആ സ്വിച്ച് ഓഫ് ചെയ്താലോ, അപ്പം എനിക്ക് ഉഷ്ണിച്ച് കൊടുക്കുകയും കൊതുക് കടിക്കുകയും. നല്ല ചൂടെന്ന് പറഞ്ഞ് AC റൂമിൽ കയറിയിരുന്നു. AC റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു. ഇതല്ലേ നമ്മൾ ചെയ്യണത്? നമ്മുടെ ആഹാരമായിക്കോട്ടെ, നമ്മൾ ആഹാരം കഴിക്കണ എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെയൊക്കെ ധാരണ ജീവൻ കിടക്കാൻ വേണ്ടിയിട്ടാണ്. ആണോ? യാതൊരു സംശയം വേണ്ട. ഈ നാവ് എന്ന് പറഞ്ഞ ഇന്ദ്രിയത്തിനെ പ്രീതിപ്പെടുത്താനാണ് നമ്മൾ കഴിക്കണ ആഹാരം മുഴുവൻ, അല്ലേ? നമുക്ക് ശരീരത്തിന് കേടാണെങ്കിലും നാവിനെ തൃപ്തിപ്പെടുത്താനാ. നമുക്ക് മനുഷ്യർക്കൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? നാവിന് പിടിക്കണത് വയറിന് പിടിക്കില്ല, വയറിന് പിടിക്കണത് നാവിന് പിടിക്കില്ല. ഇതാ കുഴപ്പം. പക്ഷെ നമ്മൾ ആഹാരം കഴിക്കും. ഇന്നത്തെ മനുഷ്യൻ എഴയണയിൽ തീവണ്ടി, പറക്കണയിൽ വിമാനം ഒഴികെ ബാക്കിയൊക്കെ പൊരിച്ച് കഴിക്കും. എന്തിനാ? നാവ് എന്നുള്ള ഇന്ദ്രിയത്തിനെ സന്തോഷിപ്പിക്കാൻ, അല്ലേ? അപ്പോൾ എന്നിട്ട് ഡോക്ടർമാരെ അടുത്ത് ചെല്ലും, അജീർണം പിടിച്ചു എന്ന് പറഞ്ഞ്. അലോപ്പതിയോ നാച്ചുറോപ്പതിയോ ഹോമിയോപ്പതിയോ ഏത് പതിയുടെ അടുത്ത് ചെന്നാലും അവർ പറയും
ഇന്ന സാധനങ്ങൾ ഉപേക്ഷിക്കൂന്ന്. നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റണില്ല. അപ്പൊ ഈ ശ്രേഷ്ഠമായ മനുഷ്യ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ശരീരത്തിനെ എങ്ങനെ ഉപയോഗിക്കണം? മൃദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം. പൊങ്ങിക്കിടക്കുന്നതാണ്. ഈ സംസാര സാഗരത്തിൽ താന്നു പോവില്ല എന്ന് ഭാഗവതം നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു. ഈ സംസാര സാഗരത്തിൽ നിങ്ങൾ മുങ്ങിപ്പോവില്ല, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള കപ്പലാണ്. ദ്വാദശസ്കന്ധത്തിൽ ഇത് തന്നെ പറയും, സംസാര സിന്ധു മതിദുസ്തരമുത്ത് ദുർഷോ നാന്യപ്ലവോ. അവിടെയും പ്ലവം തന്നെയാ പറഞ്ഞേ. ഇതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. ഭാഗവത കഥകൾ കേട്ടാൽ പോരാ, ഭാഗവതത്തിൽ വേദവ്യാസ മഹർഷി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രത്നങ്ങളെ കാണുമ്പോഴാണ് ഓരോ പദത്തിലും അദ്ദേഹത്തിനെ നമസ്കരിക്കാൻ തോന്നും നമുക്ക്. സ്വാദു സ്വാദു പദേ പദേ. ഓരോ പദത്തിനും 10,000 പവനേക്കാൾ വിലയാണ്. ഇപ്പൊ സ്വർണ്ണമ്മയ്ക്ക് 90 കഴിഞ്ഞു, ഇപ്പൊ എത്ര 1 ലക്ഷം കഴിഞ്ഞു എന്നാ തോന്നണേ. അതിനേക്കാൾ വിലയാണ് ഓരോ പദത്തിനും. അപ്പൊ പ്ലവമാണ് ഈ സംസാര സാഗരത്തിൽ മുങ്ങിപ്പോവാണ്ട് നമ്മളെ രക്ഷിക്കും. പിന്നൊരു വാക്ക് പറഞ്ഞു, സുകൽപ്പം. വെൽ ഡിസൈൻഡ് ആണ്. നമ്മുടെ ശരീരത്തിന് ഇത്രത്തോളം മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ശരീരം വേറെ ഇല്ല. ആലോചിച്ച് നോക്കൂ. ലോകത്തില് ആ ഭഗവാനെ സ്തുതിക്കാൻ പറ്റുന്ന കഴിവുള്ള ഒരേ ഒരു ജീവി മനുഷ്യനല്ലേ. കുയില് പാട്ട് പാടും എന്നൊക്കെ നമ്മൾ പറയണ്ട. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കുയില് പാട്ട് പാടണേ? തത്ത പാട്ട് പാടുന്നു പറഞ്ഞു. ഒരു വരി എങ്ങാനും 2 വരി എങ്ങാനും പാടിയാലായി അല്ലേ? പക്ഷേ മനുഷ്യരുടെ കാര്യം ആലോചിച്ചു നോക്കൂ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇങ്ങനെ പാടാൻ മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ, വേറൊരു ജന്തുവിനും പറ്റില്ല. പിന്നെ ചിരിക്കാനായിട്ട് സാധിക്കണത്, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കിയിട്ടേ ചിരിക്കാനായിട്ട് സാധിക്കണത് ഈ മനുഷ്യ ജീവിക്ക് മാത്രമേ ഉള്ളൂ. മോഡേൺ എന്നാലും നമ്മൾ ചിരിക്കില്ല. എന്താ കാരണം? നമ്മൾ ആരൊക്കെയോ ആണെന്നൊരു ധാരണയാണ് നമുക്ക്. നമ്മൾ ആരുമല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ മണ്ടത്തരം നമുക്ക് മനസ്സിലാവുക. നമ്മൾ ബിഗ് സീറോ ആണ് എന്ന് ഭാഗവതം നമുക്ക് പറഞ്ഞു തരും. പക്ഷെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി നമ്മൾ ചിരിക്കില്ല. മോഡേൺ സയൻസ് പറയണു ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കാനേ 14 പേശികളുടെ എനർജി വേണ്ടു. ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ 14 മസിൽസിന്റെ എനർജി വേണ്ടു. ഒരാളുടെ മുഖത്ത് നോക്കി ദേഷ്യപ്പെടാൻ 36 മസിൽസിന്റെ എനർജി വേണം. ഏതാ നമുക്ക് ലാഭം? നമ്മളെല്ലാം ലാഭം കാണുന്നവരല്ലേ. എന്ത് ചെയ്താലും ഭാഗവതം കേട്ടാൽ എന്താ ലാഭം? അമ്പലത്തിൽ പോയാൽ എന്താ ലാഭം? അത് ചെയ്താൽ എന്താ ലാഭം? ലാഭം നോക്കുന്ന മനുഷ്യനോട് മോഡേൺ സയൻസ്, ഭാഗവതല്ല, മോഡേൺ സയൻസ് പറഞ്ഞു 36 മസിൽസിന്റെ എനർജി ലോസ് ആണ് ഒരാളോട് ദേഷ്യപ്പെട്ട് നോക്കുകയാണെങ്കിൽ. പിന്നെ നമ്മുടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ ഷൂട്ടപ്പ് ചെയ്യുകയും ചെയ്യും. ഒരാളുടെ മുഖത്തൊക്കെ പുഞ്ചിരിക്കാനോ 14 മസിൽസിന്റെ എനർജി മതി. അപ്പൊ ഏതാ നമുക്ക് ലാഭം? എന്നാലും നമ്മൾ എയർ പിടിച്ചിങ്ങനെ നടക്കുന്നത് നമ്മൾ ആരൊക്കെയോ ആണ് എന്ന് പറഞ്ഞു. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ വല്ല നഷ്ടമുണ്ടോ നമുക്ക്? ലാഭമുള്ളൂ. അപ്പൊ ചിരിക്കാനും ഭഗവാനെ സ്തുതിക്കാനും ഈ മനുഷ്യ ശരീരം കൊണ്ടേ സാധിക്കുള്ളൂ. അപ്പോൾ ഈ മനുഷ്യ ശരീരത്തിൻ്റെ സാഫല്യം എന്താണ്? ശ്രേഷ്ഠമായിരിക്കുന്ന മനുഷ്യശരീരം ലബ്ധ്വാ സുദുർലഭമിതം ബഹുസംഭവാന്തേ മാനുഷ്യം. ബഹുസംഭവാന്തേ, അനേക ജന്മങ്ങൾ. നേരത്തെ പറഞ്ഞല്ലോ പയ്യീച്ച പൂച്ച പുലി, അനേക യോനികളിൽ ജനിച്ച് മരിച്ച് ജനിച്ച് മരിച്ച് ജനിച്ച് മരിച്ച് മരിച്ച് ജനിച്ച് മനുഷ്യ ശരീരം കിട്ടി. ലബ്ധ്വാ സുദുർലഭമിതം ബഹുസംഭവാന്തേ മാനുഷ്യം. പിന്നൊരു വിശേഷം പറഞ്ഞു, അർത്ഥദം, പുരുഷാർത്ഥങ്ങളെ നേടാൻ സാധിക്കുന്നതാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ 4 പുരുഷാർത്ഥങ്ങളെ നേടാൻ നമ്മളെ സഹായിക്കുന്നതാണ്
ഭാഗവതം. ഈ മനുഷ്യ ശരീരം, അതിൽ നാലാമത്തെ പുരുഷാർത്ഥം പരമപുരുഷാർത്ഥം മോക്ഷം എന്ന് പറയും. ആ മോക്ഷം നേടാൻ നമ്മളെ സഹായിക്കണോ? ലബ്ധ്വാസു ദുർലഭമിതം ബഹുസംഭവാന്തേ മാനുഷ്യം അർത്ഥദം അനിത്യം. അത് പെർമനന്റ് അല്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതിന്. നേരത്തെ പറഞ്ഞില്ലേ, ജലത്തിലെ പോളകൾ എന്ന പോലെ നീർപ്പോള പൊട്ടുന്ന ഒരു നേരമേ വേണ്ടൂ ഈ മനുഷ്യ ശരീരം മറിഞ്ഞു വീഴാൻ. അപ്പോൾ ഭാഗവതം നമുക്ക് പറഞ്ഞു തരണോ? അനിത്യം. അതുകൊണ്ട് ധീരനായ ഒരുത്തൻ, ധീരൻ എന്ന് പറയുമ്പോൾ ധിയാ രമതേ, ബുദ്ധി കൊണ്ട് സന്തോഷിക്കുന്നവൻ എന്നർത്ഥം, വിവേകിയായവൻ എന്നർത്ഥം. വിവേകിയായ ഒരു മനുഷ്യൻ എന്തു ചെയ്യണം ഈ ശരീരം കൊണ്ട്? തൂർണം യതേത, നിരന്തരമായിട്ട് പരിശ്രമിക്കണം. നിരന്തരമായിട്ട് പരിശ്രമിക്കണം ഒരു മനുഷ്യൻ. എന്തിന്? നിശ്രേയസായ, ശ്രേയസ്സിന് വേണ്ടിയിട്ട്. ഭാഗവതത്തില് ഈ ശ്രേയസ് എന്ന വാക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം. ശ്രേയസ് എന്ന് പറഞ്ഞാൽ നശിക്കാത്ത ആനന്ദത്തിനെയാണ് ശ്രേയസ് എന്ന് പറയുക. നമുക്ക് രണ്ട് സുഖങ്ങളാണ്, പ്രേയസ്സും ശ്രേയസ്സും. പ്രേയസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് സുഖം തരുന്നത്. ചാക്യാമാര് പറഞ്ഞ കേട്ടില്ലേ, അല്പസുഖപ്രദങ്ങളായ, അത് തന്നെ, അതാണ് പ്രേയസ് എന്ന് പറയുക. ശ്രേയസ് എന്ന് പറഞ്ഞാലോ നശിക്കാത്ത ആനന്ദം. സുഖമല്ല, ദുഃഖമല്ല. നമുക്കിത് രണ്ടും കണ്ടേ ശീലമുള്ളൂ. സുഖമോ ദുഃഖമോ. അമ്മൂമ്മമാര് പറയണത് പോലെ ഈ കവളമടലുമ്പ ചവിട്ടിയ പോലെയാണ് നമുക്ക്. ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും. ഒന്നുകിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം. ഈ രണ്ട് എന്ന അവസ്ഥ, ഈ ദ്വൈതങ്ങൾക്ക് അതീതമായിട്ടുള്ളതാണ് ആനന്ദം എന്ന് പറയാം, കൈവല്യം എന്ന് പറയാം, മോക്ഷം എന്ന് പറയാം, മുക്തി എന്ന് പറയാം. അപ്പോൾ ഈ ശരീരം കൊണ്ട് പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷം നേടാൻ തൂർണം യതേത, നിരന്തരമായിട്ട് പരിശ്രമിക്കണം. എന്തിനു വേണ്ടിയിട്ട്? നിശ്രേയസായ, ശ്രേയസ്സിന് വേണ്ടിയിട്ട്, നിത്യമായ ആനന്ദത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. നിത്യമായ ആനന്ദം എങ്ങനെ കിട്ടും? നശിക്കുന്ന വസ്തുക്കളിൽ നിന്ന് നശിക്കുന്ന സുഖമല്ലേ കിട്ടുള്ളൂ. അതാ ഭാഗവതം ചോദിച്ചത്. നശിക്കുന്ന വസ്തുക്കളിൽ നിന്ന് നശിക്കുന്ന സുഖമേ കിട്ടുള്ളൂ. അപ്പോൾ നശിക്കാത്ത ആനന്ദം വേണമെങ്കിലോ, നിത്യമായ ആനന്ദം വേണമെങ്കിലോ, നശിക്കാത്ത ചൈതന്യത്തിനെ ആശ്രയിക്കണം. നശിക്കുന്നതിനെ ആശ്രയിച്ചാൽ നശിക്കുന്ന സുഖേ കിട്ടുള്ളൂ. നശിക്കാത്ത സുഖം കിട്ടണമെങ്കിൽ നശിക്കാത്തതിനെ ആശ്രയിക്കണം. ലോകത്തിൽ നശിക്കാത്തത് എന്താ? ഒരേ ഒരു സാധനം മാത്രമേ ഉള്ളൂ നശിക്കാത്തത്. ഈ നാശത്തിന് സംസ്കൃതത്തില് ച്യുതി എന്ന് പറയാം. നാശമില്ലാത്തത്, ച്യുതിയില്ലാത്തത് ഒന്നേ ഉള്ളൂ. ആ ച്യുതിയില്ലാത്ത ചൈതന്യത്തിനെയാണ് അച്യുതൻ എന്ന് പറയുക. ഗുരുവായൂരപ്പൻ എന്ന് മലയാളത്തിൽ പറഞ്ഞു. ച്യുതിയില്ലാത്തവൻ അച്യുതൻ, ഭഗവാൻ. അപ്പൊ ഭഗവാനെ ആശ്രയിച്ചാൽ മാത്രമേ നശിക്കാത്ത ആനന്ദം, നിത്യമായ ആനന്ദം നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കണു. സുഖമല്ല വേണ്ടത്, ദുഃഖമല്ല വേണ്ടത്, രണ്ടും ഇല്ലാതാവണം. മറ്റന്നാൾ നമുക്ക് കാണാം, കപിലവാസുദേവൻ തൻ്റെ അമ്മയായ ദേവഹൂതി ദേവിയോട് പറയും, അത്യന്ത ഉപരതർയത്ര ദുഃഖസ്യ സുഖസ്യ. ഉപരതി മീൻസ് ഫുൾ സ്റ്റോപ്പ്. പരിപൂർണമായിട്ട് ഇല്ലാണ്ടാവണം. ദുഃഖവും ഇല്ലാണ്ടാവണം, സുഖവും ഇല്ലാതാവണം. ആ അവസ്ഥയ്ക്കാണ് ആനന്ദം എന്ന് പറയുക. നിശ്ചലമായ, നിർമ്മലമായ
സ്വച്ഛമായ തെളിഞ്ഞ ജലാശയം കിടക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെ ഓം ശാന്തി 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 എന്ന അവസ്ഥയിൽ നിർത്താൻ പറ്റണം. ആ അവസ്ഥയ്ക്കാണ് ആനന്ദം എന്ന് പറയുക. അപ്പോൾ ഈ മനുഷ്യജന്മം കിട്ടിയാൽ ദുർലഭം ത്രയമേവേദൽ ദൈവാനുഗ്രഹ ഹേതുകം. മനുഷ്യ ശരീരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മനുഷ്യന്റെ ശരീരം കിട്ടി. മനുഷ്യന്റെ ശരീരം കിട്ടിയാൽ അവന് 3 ധർമ്മങ്ങൾ ചെയ്യണം എന്നാണ്. മനുഷ്യന്റെ ഈ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ അവന് 3 കാര്യങ്ങളിൽ ബോധവാനാവണം. 3 കാര്യങ്ങൾ ചെയ്യണം. 1 മനുഷ്യത്വം, 2 മുമുക്ഷുത്വം, 3 മഹാപുരുഷ സംശ്രയത്വം. ഇത് 3മാണ് ഈ മനുഷ്യന്റെ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേടേണ്ടത്. 1 മനുഷ്യത്വം. എന്താ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യത്വം ഇല്ലാത്തവരാ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. എന്താ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ? ഈ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് കാര്യമില്ല. മനുഷ്യന്റെ രൂപം കിട്ടിയിട്ട് കാര്യമില്ല. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ ശരിയേത് തെറ്റേത് എന്ന് വിവേചനം ചെയ്യാൻ അറിയണം. ഡൂസ് ആൻഡ് ഡോൺട്സ്. അതിന് ഭാഗവതത്തിന്റെ ഭാഷ വിധി നിഷേധങ്ങൾ എന്നാണ്. എന്താണ് വിധി, എന്താണ് നിഷേധം, എന്താണ് സ്വീകരിക്കേണ്ടത്, എന്താണ് തിരസ്കരിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്. ഈ ഒരു തിരിച്ചറിവിനെയാണ് മനുഷ്യത്വം എന്ന് പറയുക. ലോകത്തിലുള്ള സകല കാര്യങ്ങളും നമുക്ക് സ്വീകരിക്കേണ്ടതല്ല, സകല കാര്യങ്ങളും നമുക്ക് തിരസ്കരിക്കേണ്ടതുമല്ല. അപ്പോൾ എങ്ങനെ അറിയും? നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ട് അരിച്ചെടുക്കുന്നത് പോലെ ആവശ്യമുള്ള ഗോതമ്പ് പൊടി സ്വീകരിച്ചിട്ട് ആവശ്യമില്ലാത്ത തവിട് കളയുന്നത് പോലെ അരിയോ മറ്റു ധാന്യങ്ങളോ മുറം കൊണ്ട് ചേറ്റി കൊഴിക്കുമ്പോൾ ആവശ്യമില്ലാത്ത പതിരും കല്ലും തള്ളിക്കളഞ്ഞ് ആവശ്യമുള്ള ധാന്യം സ്വീകരിക്കുന്നത് പോലെ വേണ്ടതിനെ സ്വീകരിക്കാൻ സാധിക്കണം. ഈ ലോകത്തില് എത്ര 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 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, കാണാനുള്ളത്. ഈ കാണുന്നതെല്ലാം നമുക്ക് സ്വീകരിക്കേണ്ടതല്ല. അനേക ശാസ്ത്രം ബഹുവേദിതവ്യം. എത്ര എത്ര ശാസ്ത്രങ്ങളാ ലോകത്ത്, അല്ലേ? അനേക ശാസ്ത്രങ്ങളാ. പക്ഷെ എന്താ കുഴപ്പമെന്നറിയോ? നമുക്ക് മനുഷ്യർക്ക് ഇത് മുഴുവൻ പഠിക്കാൻ പറ്റില്ല. എത്ര ശ്രമിച്ചാലും പഠിക്കാൻ പറ്റില്ല. കാരണം അല്പശ്ചകാലോ, കുറച്ച് നേരെ ആയുസുള്ളൂ നമുക്ക്. നേരത്തെ പറഞ്ഞ പോലെ നീർപ്പോള പൊട്ടണ നേരം. ബഹവശ്ച വിഘ്ന. തടസ്സങ്ങളാണെങ്കിലോ വിഘ്നങ്ങളാണെങ്കിലോ ഒരുപാടുണ്ടാവുകയും ചെയ്യും. പഠിക്കാനുള്ള ശാസ്ത്രങ്ങൾ പരന്നു കിടക്കണു. ആയുസ്സാണെങ്കിലോ വളരെ കുറവ്, തടസ്സങ്ങളാണെങ്കിലോ ഒരുപാടുണ്ടേനും. ഭാഗവത സപ്താഹത്തിന്റെ മുമ്പിലേക്ക് വരണം എന്ന് വിചാരിച്ചാലും എന്തെങ്കിലും 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 തടസ്സം ഉണ്ടാവും. ഒരു പനി വന്നാൽ പോരെ, അല്ലെങ്കിൽ വീട്ടില് 4 ഗസ്റ്റുകൾ വന്നാൽ പോരെ, എന്തെങ്കിലും തടസ്സം ഉണ്ടാവും. അതുകൊണ്ട് മാഹാത്മ്യത്തില് പറയും, ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന. അനേക ജന്മങ്ങളുടെ ഭാഗ്യം കൊണ്ടേ ഭാഗവതത്തിന്റെ മുമ്പിലേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേ. അപ്പൊ ജന്മജന്മാന്തരങ്ങളിൽ നമ്മൾ ഒരുപാട് സൽക്കർമ്മം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാ ഇപ്പൊ നമ്മൾ ഭാഗവതത്തിന്റെ മുമ്പിൽ വന്നിരിക്കണം. അല്ലെങ്കിൽ വഴി പോണവരൊന്നും കയറിയിരിക്കാൻ പറ്റണമെന്നല്ല ഈ ഭാഗവതം. മോഹം ഉണ്ടായിട്ട് കാര്യമില്ല, ഭാഗ്യം തന്നെ ഉണ്ടാവണം, മഹാദേവന്റെ അനുഗ്രഹം തന്നെ ഉണ്ടാവണം. നമ്മൾ ഇവിടെ വന്നിരുന്ന് ഭാഗവതം കേൾക്കണമെന്നും പറയണമെന്നും ആസ്വദിക്കണമെന്നും വൈഷ്ണവാനാമഹം ശംഭു എന്ന രീതിയിൽ ശൃംഗപുരത്ത് തേവര് തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക്
ഇവിടെ വന്നിരിക്കാൻ പറ്റണത്. അപ്പോൾ ദുർലഭമായിരിക്കുന്ന ഈ മനുഷ്യ ശരീരം കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് സ്വീകരിക്കേണ്ടത്, എന്താണ് തിരസ്കരിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്. ഇതാണ് ആദ്യം അറിയേണ്ടത്. അതിനാണ് മനുഷ്യത്വം എന്ന് പറയുക. മനനം ചെയ്യാൻ കഴിവുള്ളവനെയാണ് മനുഷ്യൻ എന്ന് പറയുക. അതുകൊണ്ട് ഏകാദശ സ്കന്ധം തുടങ്ങുമ്പോൾ ഭഗവാൻ തൻ്റെ ഭക്തനായ സന്തത സഹചാരിയായ ഉദ്ധവരോട് പറയും, പ്രായേണ മനുജാ ലോകേ ലോകതത്വ വിചക്ഷണ. മനുഷ്യന് ലോകത്ത് കണ്ണോടിച്ചാൽ എത്ര 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 കാര്യങ്ങളാണ് കാണാനും പഠിക്കാനുള്ളത്. അപ്പോ ആ മനുഷ്യൻ ആ അശുഭമായ കാര്യങ്ങളിൽ നിന്ന് ശുഭമായ കാര്യങ്ങളിലേക്ക് നയിക്കാനായിട്ട് സാധിക്കണം. അശുഭങ്ങളെ തള്ളിക്കളഞ്ഞ് സമുദ്ധരന്തി ഹ്യാത്മാനം ആത്മനൈവ അശുഭാശയാൽ, അശുഭമായ വാസനകളിൽ നിന്ന് ശുഭമായ വാസനകളിലേക്ക് ഈ ജീവനെ എത്തിക്കാൻ സാധിക്കണം. അതാണ് ഈ മനുഷ്യ ശരീരം കൊണ്ട് നേടേണ്ടത്. എല്ലാം സ്വീകരിക്കേണ്ടതല്ല, എല്ലാം തിരസ്കരിക്കേണ്ടതുമല്ല. അപ്പൊ നമ്മുടെ വിവേകം ഉപയോഗിച്ച് ബുദ്ധി ഉണ്ടായാൽ പോരാട്ടോ. ബുദ്ധിന്ന് തെറ്റിക്കണം. ബുദ്ധിയും വിവേകം രണ്ടാ. ബുദ്ധിയുള്ളത് വക്രബുദ്ധി ആയാലോ അപാര ബുദ്ധിയാ. പക്ഷെ മറ്റുള്ളവനെ പാരവയ്ക്കാനാണെന്നുണ്ടെങ്കിൽ അത് വിവേകം എന്നല്ല പറയുക. അപ്പോൾ വിവേകം ഉപയോഗിക്കണം. വിവേകം ഉപയോഗിച്ച് എന്താണ് സ്വീകരിക്കേണ്ടത്, എന്താണ് തിരസ്കരിക്കേണ്ടത്, ഇത് നമ്മളെ മനസ്സിലാക്കി തരുന്നു മനുഷ്യ ശരീരം. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അതാണ്. സ്വീകരിക്കേണ്ടതിനെ അഥവാ തിരസ്കരിക്കേണ്ടതിനെ വേർതിരിച്ചു തരുന്നു. ഗ്രാഹ്യ ത്യാജ്യ വസ്തുക്കളെ തിരിച്ചറിയാൻ സാധിക്കും. അതാണ് മനുഷ്യത്വം എന്ന് പറയാം. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്. പിന്നീട് രണ്ടാമത്തത് പറഞ്ഞു മുമുക്ഷുത്വം. എന്താ മുമുക്ഷുത്വം എന്ന് പറഞ്ഞാല് മോക്തം ഇച്ഛാ മുമുക്ഷത. ഈ സംസാരത്തിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. ആ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആഗ്രഹം ഉണ്ടാവണം. ക്ലേശപൂർണമാണ് ഈ ശരീരം, ഈ സംസാരം. ക്ലേശപൂർണമായിരിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന്, ഈ സംസാരത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? അതാണ് രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ആവശ്യം ഇതാണ്, മുമുക്ഷു ആയിരിക്കണം. മുമുക്ഷു എന്ന് പറഞ്ഞാൽ ഈ ക്ലേശപൂർണമായ ജീവിതത്തിൽ നിന്ന് ഭഗവാന്റെ അടുത്തെത്താൻ, ശ്രേയസ് കിട്ടാൻ ആഗ്രഹിക്കുന്നവൻ മുമുക്ഷുത്വം. അതിനെന്താ വേണ്ടത്? അതാണ് മൂന്നാമത്തേത് പറഞ്ഞത്, മഹാപുരുഷ സംശ്രയത്വം. മഹാപുരുഷന്മാരെ സമ്പർക്കമുണ്ടാവുക, മഹാപുരുഷന്മാരുമായിട്ടുള്ള സംസർഗം എന്ന് പറഞ്ഞാൽ സത്സംഗമുണ്ടാവുക എന്നർത്ഥം. സത്സംഗമാണ് വേണ്ടത്. ഒരു മനുഷ്യന് വേണ്ടത് മഹാപുരുഷ സംശ്രയത്വം. മഹാപുരുഷന്മാരെ ആശ്രയിക്കാനുള്ള താല്പര്യമുണ്ടാവണം. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യന് വേണ്ടത്. മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയത്വം. മുമുക്ഷുത്വം ഉണ്ടാവണമെങ്കിൽ, ഈ ദുഃഖപൂർണമായിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ സജ്ജന സംസർഗം വേണം. ആരാണ് സജ്ജനങ്ങൾ? ഭഗവാന്റെ കഥകൾ നിരന്തരം പറയുകയും കേൾക്കുകയും അനുസ്മരിക്കുകയും അനുസന്ധാനം ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരെ, ഭഗവത് ഭക്തിയിൽ മുഴുകി നടക്കുന്ന ആൾക്കാരെയാണ് സജ്ജനങ്ങൾ എന്ന് പറയുക. ആ സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കം വന്നാലോ, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്നതുപോലെ നമുക്കും ഭക്തി ഉണ്ടാവും. ഭാഗവതം മുഴുവൻ ഈ സത്സംഗത്തിനെ കുറിച്ചാണ് പറയണേ. സകലതും ചോദ്യോത്തരങ്ങളായിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം സൂത ശൗനക സംവാദം, പിന്നെ ബ്രഹ്മനാരദ സംവാദം, പരീക്ഷിത് ശുക സംവാദം,
വിതുര ഉദ്ധവ സംവാദം, വിതുര മൈത്രേയ സംവാദം, പ്രാചീനബർഹി നാരദ സംവാദം, ഭഗവത് ഉദ്ധവ സംവാദം, ഇങ്ങനെ ഒരുപാട് സംവാദങ്ങൾ നമുക്ക് ഭാഗവതത്തിൽ കാണാം നാളെ മുതൽ. ഈ സംവാദത്തിൽ ചോദ്യകർത്താക്കൾ ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. അനേക ചോദ്യങ്ങൾ നമുക്ക് കാണാം, പക്ഷെ ആ ചോദ്യങ്ങളുടെയൊക്കെ അർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ചോദ്യം? നിത്യാനന്ദത്തിന്, ശ്രേയസ്സിന്, മോക്ഷത്തിന് എന്ത് വേണം? ആയിരക്കണക്കിന് ചോദ്യങ്ങൾ നമുക്ക് കാണാം. ആ ചോദ്യങ്ങളുടെ എല്ലാം താല്പര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ സംസാരത്തിൽ നിന്ന് മോക്ഷം നേടാൻ എന്താ മാർഗം? നിത്യാനന്ദം കിട്ടാൻ എന്താ മാർഗം? ഇതാണ് ചോദ്യം. എല്ലാ ചോദ്യകർത്താക്കളുടെയും ചോദ്യത്തിന്റെ താല്പര്യം, എസൻസ് ഇതാണ്. നിത്യാനന്ദത്തിന് എന്താ മാർഗം? അനേകം വക്താക്കൾ മറുപടി പറയുന്നുണ്ട് ഭാഗവതത്തില്. ആ പല കഥകളായിട്ടും ഉപദേശങ്ങളായിട്ടും ആപദവാക്യങ്ങളായിട്ടും ഒക്കെ ഒരുപാട് മറുപടി പറയും. ആ മറുപടിയുടെ എല്ലാത്തിൻ്റെയും താല്പര്യം എന്താ? പദഭജനം ശ്രേയ, ഭഗവാനെ ഉപാസിക്കുക. ഭക്തിയോടുകൂടി ഭഗവാനെ ഉപാസിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. അപ്പോ അത് എങ്ങനെ കിട്ടും? ആ ഭക്തി എങ്ങനെ കിട്ടുക? സജ്ജന സംസർഗത്തിലൂടെയാണ്. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്ന് പറയുന്നത് പോലെ സജ്ജന സംസർഗത്താൽ ഭക്തി ഉണ്ടാവണം. അതുകൊണ്ട് നമ്മുടെ മഹാദേവൻ പറയും, ശൃംഗപുരത്ത് ദേവര് പറയും ശ്രീപാർവതി ദേവിയോട്, അയം ഹി പരമോ ലാഭോ നൃണാം സാധു സമാഗമ. ഒരു മനുഷ്യന്റെ പരമമായ ലാഭം എന്ന് പറയുന്നത് സത്സംഗാണ്, സജ്ജന സംസർഗാണ്. ഭഗവാന്റെ കഥകൾ പറയുകയും കേൾക്കുകയും അനുസ്മരിക്കുകയും അനുസന്ധാനം ചെയ്യുകയും അനുഭവിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന ജനങ്ങളെയാണ് സജ്ജനങ്ങൾ എന്ന് പറയുക. ആ സജ്ജന സംസർഗം ലോകത്ത് കാശ് കൊടുത്താൽ കിട്ടണതല്ല. എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ മീൻചന്തയിലോ ബസ് സ്റ്റാൻഡിലോ നാഷണൽ ഹൈവേയിലോ പോയാൽ കിട്ടുന്ന സാധനമല്ല. അതാണ് നേരത്തെ പറഞ്ഞത്, ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമം ച ലഭത്തെ. സജ്ജന സംസർഗം കിട്ടുന്നത് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ സജ്ജന സംസർഗം ഉണ്ടാവുള്ളൂ, അതുവഴി ഭക്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മഹാദേവൻ പറഞ്ഞു, അയം ഹി പരമോ ലാഭോ നൃണാം സാധു സമാഗമ. അങ്ങനെയുള്ള സജ്ജന സംസർഗമാണ് ഭാഗവതത്തില് ഉടനീളം പറയണത്. ഭഗവാന്റെ കഥകളാണ് എന്നാണ് പറയുക. ഭഗവത ഇതം ഭാഗവതം. അതിൽ ഓരോ അക്ഷരങ്ങൾ ഭ-ഗ-വ-ത 4 അക്ഷരം സൂചിപ്പിക്കുന്നത് ഓരോ ആപ്തവാക്യങ്ങളെ. ഭഗാരോ ഭക്തിയോഗശ്ച. ഭ എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ഭക്തിയോട് കൂടിയിട്ട് ഭാഗവതത്തിനെ ഉപാസിക്കണം. വേറെ ഒരു യോഗ്യതയും വേണ്ട. ഭക്തിയോടുകൂടി ഭാഗവതം ഉപാസിക്കാറാവണം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഭാഗവത മാഹാത്മ്യത്തിൽ 6 അധ്യായത്തിൽ ആദ്യത്തെ 3 അധ്യായങ്ങൾ പറഞ്ഞത്. കഥകളൊക്കെ ധാരാളം സപ്താഹം കേട്ടിട്ടുള്ളതുകൊണ്ട് കഥകളിലേക്ക് ഞാൻ പോണില്ല. കഥകളൊക്കെ നിങ്ങൾക്കറിയാം. നാരദ മഹർഷി പോയപ്പോൾ ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു പെണ്ണിൻ്റെ മടിയിൽ 2 കിഴവന്മാർ കിടക്കണം കണ്ടു. നാരദ മഹർഷി പലതും ഉപയോഗിച്ചു, പല ഉപായങ്ങൾ ഉപയോഗിച്ചിട്ടും ഉണർന്നില്ല. കഥകളൊക്കെ നമുക്കറിയാം. അവിടെ ഭക്തിക്കാണ് പ്രാധാന്യം. അതെന്താ? ഭക്തി ദേവിയെ, ആ കാണുന്ന ചെറുപ്പക്കാരി ഭക്തി ദേവിയാണെന്നും ജ്ഞാനവൈരാഗ്യങ്ങളാണ് ആ മടിയിൽ കിടക്കുന്ന ഉണ്ണികള് എന്നും അവരെ ഭാഗവതം കേൾപ്പിച്ചപ്പോഴാണ് അവരുണർന്നത് എന്നും ആണ് താല്പര്യം. അതിനാണ് 3 അധ്യായങ്ങൾ പറഞ്ഞത്. ഭാഗവതത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ച ആ അധ്യായത്തിൽ ആദ്യം ചോദിച്ചത്, സരസ്വതി നദീതീരത്ത് സത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ശൗനകാദി മഹർഷിമാരുടെ മധ്യത്തിലേക്ക് സൂതൻ വന്നു. സൂതനോട് അനേക ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ ആദ്യത്തെ ചോദ്യം, ഭക്തിജ്ഞാന വിരാഗാണാം വിവേകോ വർദ്ധത്തെ മഹാൻ.
ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഇത് മൂന്നും എങ്ങനെ വർദ്ധിക്കും എന്നാണ്. നമുക്കൊക്കെ ഭക്തി ഉണ്ടെന്നാണ് നമ്മുടെ ധാരണ, അല്ലേ? നമ്മൾ ശൃംഗപുരത്ത് ദേവരുടെ മുമ്പിൽ വരുന്നുണ്ട്, പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, കൂവളത്തുമാല ചാർത്തുന്നുണ്ട്, ദീപാരാധന തൊഴുണ്ട്, മറ്റു വഴിപാടുകളൊക്കെ കഴിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഭക്തിയുണ്ട്, സമ്മതിച്ചു. പക്ഷേ ആ രണ്ട് ഉണ്ണികൾ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണർന്നിട്ടുണ്ടോ നമ്മുടെ മനസ്സിൽ? ആധ്യാത്മിക ജ്ഞാനം ഉണർന്നിട്ടുണ്ടോ? ഈശ്വരതത്വം നമ്മുടെ ഉള്ളിൽ ജനിച്ചിട്ടുണ്ടോ? ആത്മാവ് എന്ന് പറയുന്ന ആ തത്വം, ആത്മതത്വം, ഈശ്വരതത്വം, ബ്രഹ്മതത്വം ബോധ്യപ്പെട്ടിട്ടുണ്ടോ നമുക്ക്? എവിടെയാണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്നറിയാമോ? അപ്പോൾ നമുക്ക് ഭക്തി ഉണ്ടെങ്കിലും ആത്മതത്വത്തിനെ മനസ്സിലാക്കാൻ ഇന്നത്തെ മനുഷ്യൻ പരാജയപ്പെടുന്നു. എന്താണ് ആ ആത്മാവ്, എന്താണ് ഈശ്വര ചൈതന്യം എന്ന് ഭക്തി ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല. ഈശ്വരൻ എവിടെ ഇരിക്കണു? നമ്മുടെയൊക്കെ ധാരണ ഈ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ മേൽശാന്തി പൂജിക്കുന്ന ആ ശിവലിംഗത്തിൻ്റെ ഉള്ളിൽ മാത്രമേ ഈശ്വരനുള്ളൂ എന്ന് ധരിക്കണു നമ്മളെ പോലുള്ളവർ. അത് തെറ്റാണെന്നല്ല, അവിടുന്ന് നമ്മൾ ഉയരണം. ശ്രീകോവിലിനുള്ളിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ ഉള്ളിൽ ഈശ്വരനുണ്ട് എന്നുള്ളത് പ്രാകൃത ഭക്തി. ആ പ്രാകൃത ഭക്തിയിൽ നിന്ന് മധ്യമ ഭക്തിയിലേക്കും മധ്യമ ഭക്തിയിൽ നിന്ന് ഉത്തമ ഭക്തിയിലേക്കും എത്തണം. എന്താ ഉത്തമ ഭക്തി? സർവഭൂത സമശാന്ത സവൈ ഭാഗവതോത്തമ. സകല ചരാചരങ്ങളിലും ഈശ്വരനുണ്ട് എന്ന അറിവാണ് ആത്മജ്ഞാനം. ഈശ്വരൻ എവിടെയായിരിക്കണത്? മഹാകവി ഉള്ളൂർ പാടിയതുപോലെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട്, അയ്യൻ പുലയനിലുണ്ട്, ആദിത്യനിലുണ്ട്, അണുവിലുമുണ്ട്. അണോരണീയാൻ മഹതോ മഹീയാൻ. മൂന്നാമത്തെ ദിവസം സന്ധ്യയ്ക്ക് നമുക്ക് കാണാം 5 വയസ്സുകാരനായ പ്രഹ്ലാദനോട് ഹിരണ്യകശിപുവിന് അച്ഛൻ അറിയിക്വാസൗ. എവിടെ അവൻ? അങ്ങനെ ഒരു ഹരി ഉണ്ടെങ്കിൽ അവൻ എവിടെയാണ്? പ്രഹ്ലാദൻ തിരിച്ചു ചോദിച്ചു, എവിടെ അച്ഛാ ഇല്ലാത്ത? ഇതാണ് ഭാഗവതം നമ്മളെ പറഞ്ഞു തരണത്. സകല ചരാചരങ്ങളിലും സർവഭൂത സമശാന്ത, സകല ചരാചരങ്ങളിലും. ഇത് സകല ചരാചരങ്ങളിലും ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ബോധവാന്മാരാവാത്തത് കൊണ്ടാണ്. അറിവില്ലായ്മയാകുന്ന ആ കാർമേഘം വന്ന് മൂടുമ്പോൾ ഈശ്വര തത്വത്തിനെ നമ്മൾ അറിയാത്തതാണ്. നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ, പരിചയമുള്ളതോ പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോൾ ആദ്യം നമ്മൾ പറയുന്ന വാക്കെന്താ? ഇപ്പൊ പറയുന്ന വാക്കല്ല, ഇപ്പൊ ഹലോ എന്നാ, അല്ലെങ്കിൽ അത് കുറച്ചു ഹായ് എന്നാ. ഇപ്പൊ ഭാരതീയ സംസ്കൃതി എന്താ? നമസ്തേ എന്നാ. എന്താ വാക്കിന്റെ അർത്ഥം? നമ തേ, അങ്ങേക്ക് ആയിക്കൊണ്ട് നമസ്കാരം. ഈ ശരീരത്തിനെ അല്ല, പാഞ്ചഭൗതികമായ ഈ ശരീരത്തിനെ അല്ല നമ്മൾ ആരും തൊടണം. അങ്ങനെയാണ് ഈ ശരീരം നമ്മുടെ അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും നമ്മൾ അലമാരയുടെ ഉള്ളെടുത്ത് വയ്ക്കും, ഇല്ലേ? സൂക്ഷിക്കാറില്ലല്ലോ. ആ ശരീരത്തിനെ നമ്മൾ കത്തിച്ചു കളയണോ? ദഹ്യതേ ഇതി ദേഹ. ദഹിച്ചു പോകുന്നത് കൊണ്ടാണ് അതിനെ ദേഹം എന്ന് പറയണത്. ശീര്യതേ, ചീഞ്ഞളിഞ്ഞു പോകുന്നത് കൊണ്ടാണ് അതിനെ ശരീരം എന്ന് പറയണത്. അപ്പോൾ ഒരാളെ നോക്കിയിട്ട് നമസ്തേ എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ക്ഷേത്രജ്ഞനെ, നാരായണനെ, വാസുദേവനെ, പുരുഷനെ, ഈശ്വരനെ, ഭഗവാനെ. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ശരീരമാകുന്ന ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ക്ഷേത്രജ്ഞനായിട്ട്, ധ്രുവന്റെ ഭാഷ പറഞ്ഞാൽ യ അന്തപ്രവിശ്യ അഖില ശക്തിധര, ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് എല്ലാത്തിനെയും ചൈതന്യവത്താക്കുന്ന സർവേശ്വര, അവിടുത്തേക്ക് നമസ്കാരം.
അതാണ് നമസ്തേ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ നമസ്തേ എന്ന് പറയുന്നുണ്ടെങ്കിൽ, നമ്മളിങ്ങോട്ട് നടന്നു വരുമ്പോൾ നമ്മുടെ പേരക്കുട്ടിയുടെ പ്രായമുള്ള ഒരു കൊച്ചുകുട്ടിയുടെ ദേഹത്ത് കാല് തട്ടിയാൽ നമ്മൾ തൊട്ട് തലയിൽ വയ്ക്കും. അതെന്തിനാ? എൻ്റെ പേരക്കുട്ടിയുടെ പ്രായമല്ലേ ഉള്ളൂ അവൾക്ക്. എന്താ തൊട്ട് തല വയ്ക്കാൻ കാരണം? അവളുടെ ഉള്ളിലും ഈശ്വര ചൈതന്യം. ഒരു പുസ്തകത്തിനെ ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് തലയിൽ വെക്കണു, അതും ഈശ്വര ചൈതന്യം. ഇങ്ങനെ എന്തെല്ലാം നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നുവോ അതിലെല്ലാത്തിലും ഈശ്വരനുണ്ട് എന്ന് കാണാറാവലാണ് ഭക്തി എന്ന് പറയുക. ഭക്തിസ്തു സമദർശനം. എന്നെ പോലെ തന്നെയാണ് മറ്റുള്ള ചരാചരങ്ങളും എന്ന് മനസ്സിലാക്കാറാവണം. സകല ചരാചരങ്ങളിലും നിറഞ്ഞിരിക്കണു ആ ചൈതന്യം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഇപ്പോഴത്തെ അല്ല, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പ്രാർത്ഥനാ ഗീതം ഉണ്ടായിരുന്നു സ്കൂളിൽ. അഖിലണ്ഡ മണ്ഡല മണിയിച്ചൊരുക്കി, ഈ സകല കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളെയും അണിയിച്ചൊരുക്കിയിട്ട് അതിനൊക്കെ ആധാര സൂത്രമേണക്കി കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും. സത്യം പരം ധീമഹി എന്ന നാളെ ഭാഗവതം തുടങ്ങാൻ പോണേ. സത്യം പരം ധീമഹിയിലാ ചെന്ന് എത്താൻ പോണേ. സത്യം എന്ന് പറഞ്ഞാൽ എന്താ? നശിക്കാത്തതെന്ന അർത്ഥം, അച്യുതമായത് എന്നർത്ഥം. ആ അച്യുതമായ ആ ചൈതന്യം, അതിൽ നിന്നാണ് അച്യുതമായ ആനന്ദം കിട്ടുക. അച്യുതമായ ആനന്ദം കിട്ടണമെങ്കിൽ അച്യുതനെ തന്നെ ശരണം പ്രാപിക്കണം. അതാണ് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നത്. ഈ മനുഷ്യ ശരീരം കൊണ്ട് നമ്മൾ നേടേണ്ടത് ഈ ഒരു കാര്യമാണ്. എന്ത്? ഈ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ഭജിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉൽപ്പന്നമായിട്ട് ജ്ഞാനമുണ്ടാവണു. സകല ചരാചരങ്ങളിലും ഈശ്വരനുണ്ട് എന്ന ജ്ഞാനം. ഇന്നത്തെ കലിയുഗ മനുഷ്യന് ആ ജ്ഞാനം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഭക്തിദേവിയുടെ മടിയിൽ ആ വൃദ്ധനായിട്ട് മയങ്ങിക്കിടക്കണോ, മയക്കുമരുന്ന് അടിച്ചതുപോലെ വൃദ്ധനായിട്ട് മയങ്ങിക്കിടക്കാൻ കാരണം എന്താ? ഇന്നത്തെ കലിയുഗ മനുഷ്യന്റെ ഉള്ളിൽ ആ അറിവ് ഉണർന്നിട്ടില്ല, ജ്ഞാനം ഉണർന്നിട്ടില്ല. അതാണ് അതിൻ്റെ താല്പര്യം. പിന്നെ രണ്ടാമത്തെ ഉണ്ണി വൈരാഗ്യം. എന്താ വൈരാഗ്യം? നമ്മളെ മലയാളത്തിൽ പറഞ്ഞ വൈരാഗ്യമല്ല. എനിക്ക് അയലോക്കക്കാരനോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. അതിന് സംസ്കൃത സ്പർദ്ധ എന്നാ പറയുക. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിഗതമായ രാഗം. ഇംഗ്ലീഷിൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയും. മമതാ നിരാശം, താല്പര്യമില്ലായ്മ, നിസ്സംഗത എന്നർത്ഥം. പത്മപത്രം ഇവ അംഭസ എന്നൊക്കെ പറയും ആചാര്യന്മാര്. താമരയിലയിലെ വെള്ളം പോലെ 365 ദിവസവും വെള്ളത്തിൽ നിൽക്കുന്ന താമരയിലയെ നനയ്ക്കാൻ ആ വെള്ളത്തിന് സാധിക്കണില്ല. ഏകാശസ്കന്ധത്തിൽ നിമി നവയോഗി സംവാദത്തിൽ പറയും, സംസാരധർമ്മൈ അവിമുഹ്യമാന. സംസാരധർമ്മങ്ങളിൽ മോഹിക്കാത്തവനെയാണ് ഉത്തമൻ എന്ന് പറയുക. അപ്പൊ താമരയിലയിലെ വെള്ളം പോലെയാവണം. 365 ദിവസവും വെള്ളത്തിൽ നിൽക്കുന്ന താമരയിലയെ നനയ്ക്കാൻ വെള്ളത്തിന് സാധിക്കാത്തതുപോലെ ഈ നമുക്ക് ചുറ്റുമുള്ള സംസാരത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അതൊന്നും നമ്മളെ ബാധിക്കരുത്. അതിനാണ് വിഗതമായ രാഗം, ഡിറ്റാച്ച്മെന്റ്, മമതാ നിരാസം, നിസ്സംഗത എന്ന് പറയുക. അതിനാണ് വൈരാഗ്യം എന്ന് പറയുക. പക്ഷെ നമ്മളെന്ത് പറയണു? നമുക്കെല്ലാം ഈ ഫെവിക്കോളും കൊണ്ടാണ് നടക്കണേ. ലോകത്തിലെ ഏറ്റവും വലിയ അഡ്ഹസീവ് ഏതാ? നമ്മുടെ മനസ്സാണ്. അതാണ് കാവിലത്തില് കപിലവാസുദേവൻ പറയുക, ഈ ഒട്ടലും കൊണ്ടാണ് നടക്കുന്നത്. ഇതെല്ലാം എൻ്റെ 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 ആടിൻ്റെ പോലെയാണ് നമ്മുടെ ജീവൻ എന്നാണ് ആചാര്യന്മാർ പറയുക. ധാരാ ഇമേമേ ഭാര്യൻ്റെ, തനയാ ഇമേമേ മക്കളെൻ്റെ, ഗൃഹ ഇമേമേ ഈ വീടെൻ്റെ, പശവഷ്ടമേമേ പശുക്കളും മെഴ്സറിസ് ബെൻസും ഒക്കെ എൻ്റെ, മേമേകര മേഷസമാനധർമ്മ ആടിനെ പോലെ മേ 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 എൻ്റെ 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 എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൺട്രോളിൽ നിൽക്കണം.
അല്ലേ? എന്ത് സാധനമുണ്ട് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നത്? നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ പറയാറില്ലേ, നമ്മുടെ മക്കൾ തന്നെ നമ്മൾ പറഞ്ഞിട്ട് കേൾക്കണില്ല, എന്നിട്ട് വേണ്ടേ നമ്മുടെ ശരീരം പറഞ്ഞാൽ കേൾക്കുമോ? നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ശരീരം പറഞ്ഞാൽ കേൾക്കുമോ? സംശയം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് മൂക്കൊന്ന് പൊത്തി പിടിച്ചാൽ മതി. 5 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല, രക്ഷയില്ല. ചുമ വന്നാൽ ചുമക്കാണ്ടിരിക്കാൻ പറ്റുമോ? തുമ്മൽ വന്നാൽ തുമ്മാതിരിക്കാൻ പറ്റുമോ? വേണ്ട. തൊട്ടടുത്തിരിക്കുന്ന ആളോട് വർത്താനം പറയാണ്ടിരിക്കാൻ പറ്റുമോ? സപ്താഹം നടക്കുമ്പോഴേ ഒരു ശ്വാസം മുട്ട് വരും. നമ്മുടെ ബോഡി തന്നെ നമ്മുടെ കൺട്രോളിലല്ല. അപ്പോൾ ഉറപ്പായില്ലേ നമ്മുടെ എല്ലാന്ന്? നമ്മുടെ ഈ ശരീരം എൻ്റെ 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 എന്ന് പറഞ്ഞു നടക്കണില്ലേ? ഈ ശരീരത്തിന് ഉടമസ്ഥൻ ആരാ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ അറിയണമെങ്കിൽ ഭാഗവതന് മുമ്പിൽ വന്നാലേ അറിയുള്ളൂ. നമ്മുടെ ഹൂ ഈസ് ഓണർ ഓഫ് അവർ ബോഡി? നമ്മുടെ ശരീരത്തിന്റെ ഉടമസ്ഥൻ ആരാ? പ്രസവിച്ച അമ്മയാണോ? അതോ ജന്മം നൽകിയ അച്ഛനോ? അതോ ഞാൻ താലി കെട്ടിയ ഭാര്യയോ? അതോ ഞാൻ സൃഷ്ടിച്ച എൻ്റെ മക്കളോ? അതോ എനിക്ക് ശമ്പളം തരണ എൻ്റെ യജമാനനോ? അതോ ഏറ്റവും അവസാനം കൊണ്ട കത്തിക്കുമ്പോൾ അഗ്നിയോ? ആരാ ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ? ഒരു കാര്യം ഉറപ്പാ, നമ്മളല്ല. ഈ ശരീരത്തിൻ്റെ ഓണർ നമ്മളല്ല. എന്നിട്ട് നമ്മുടെ ഭാവം എന്താ? ഹൈ ഹീൽഡ് ചെരുപ്പിട്ട് കോളറും ഒക്കെ വെച്ചിട്ട് നടക്കണ കണ്ടാൽ ഇതൊക്കെ പിടിച്ചടക്കിയ ഒരു പ്രതീതിയാണ്. ഒരു തരി മണ്ണ് പോലും ഇവിടുന്ന് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുമോ? ചിന്തിച്ചു നോക്കിക്കോളൂ. എല്ലാം എൻ്റെ 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 എന്ന് പറയണില്ലേ? കെട്ടുകണക്കിന് 500 നോട്ട് കെട്ടുകൾ സേഫിലുണ്ടെന്ന് വിചാരിക്കുക. ധനാനി കോശേ കെട്ടുകണക്കിന് സേഫിലിരിക്കുന്നുണ്ട്. കൊണ്ടുപോകാൻ പറ്റുമോ? മക്കളോട് പറയാ, എൻ്റെ സേഫിലെ 3 കോടി രൂപ ഇരിക്കുന്നുണ്ട്, ആ 3 കോടി എൻ്റെ മേത്ത് വെച്ചൊന്ന് കെട്ടി കത്തിക്കോ നിങ്ങൾ? ഏതെങ്കിലും മക്കൾ ചെയ്യോ? കാരണവർക്ക് പ്രാന്താന്ന് പറയും, ചിഹ്നം തുടങ്ങിയതാന്ന് പറയും. ഇനി ഏതെങ്കിലും മക്കള് അത് തയ്യാറാവുമോ? അതെ അച്ഛന് 3 കോടിയൊന്നും വേണ്ട, 1 കോടി മതി എന്ന് പറയും. തെക്കോട്ട് തലയിച്ച് കിടന്നുമ്പോഴേ പുതപ്പിക്കാൻ 1 കോടി മതി, 1 കോടി മുണ്ട് മതി. സത്യം. അപ്പൊ എത്ര കോടികൾ സമ്പാദിച്ചാലും ഓണം ബമ്പറല്ല, വിഷു ബമ്പറല്ല, ഏത് ബമ്പർ അടിച്ചാലും ഏറ്റവും അവസാനം നമുക്ക് 1 കോടി മതി. ഇത് മനസ്സിലാക്കണില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. ധനാനികോശേ കെട്ടുകണക്കിന് നോട്ടുകൾ ഉണ്ടായാൽ ഒരു ചില്ലി കാശ് കൊണ്ടുപോകാൻ പറ്റില്ല. കോടീശ്വരനാ അല്ലേ? പിന്നെയോ പശവശ്ച ഗോഷ്ഠേ പശുക്കളുണ്ട്, ആനയുണ്ട്, കുതിരയുണ്ട്, മെഴ്സഡസ് ബെൻസ് ഉണ്ട്, ഓഡി കാറുണ്ട്. കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. 10 കൊല്ലം പ്രേമിച്ച് കെട്ടിയ ഭാര്യ നമ്മുടെ ബോഡി പുറത്തേക്ക് ഇങ്ങനെ എടുക്കുമ്പോഴേ എൻ്റെ കൂടെ വരൂന്ന് ഭാര്യയോട് പറഞ്ഞാൽ, എൻ്റെ പ്രാണനാണ് അങ്ങ് എന്ന് പറയാറില്ലേ ഭാര്യ? എൻ്റെ പ്രാണനാണ് നീ ഭാര്യയോടും പറയാറില്ലേ? ഏതെങ്കിലും ഭാര്യ കൂടെ വരുമോ? ഒരു ഭാര്യയും കൂടെ വരില്ല. ഭാര്യ ഗൃഹദ്വാരി. നമ്മുടെ ബോഡി പുറത്തേക്ക് എടുക്കുമ്പോൾ ഉമ്മറപ്പടി വരെ വരാനേ ഭാര്യയ്ക്ക് അധികാരമുള്ളൂ. എന്നാ മക്കളുണ്ടെന്നിരിക്കുക. മണ്ണാറശാലയിൽ ഉരുളി കമഴ്ത്തിയിട്ടുണ്ടായ, ഗുരുവായൂർ ഭജന വരുന്നുണ്ടായ ഉണ്ണിയാണ്. ഉണ്ണി എൻ്റെ കൂടെ വരുമോ? മേപ്പെട്ട് ഏതെങ്കിലും മക്കൾ വരുമോ? അച്ഛൻ്റെ ബോഡി കത്തിക്കാൻ ഞാൻ വരാം അല്ലേ? സുതശ്മശാനേ, ശ്മശാനം വരെ വരുള്ളൂ. എന്നാൽ ഈ ശരീരമെങ്കിലും അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നപ്പോൾ ഈ ശരീരമെങ്കിലും കൊണ്ടാ ഞാൻ വന്നത്. ഈ ശരീരം ഞാൻ കൊണ്ടോക്കോട്ടെ. അഗ്നി സമ്മതിക്കുമോ? ദേഹസ്ഥിതായാം. അഗ്നി പറയും കൊണ്ടുപോകണ്ടാട്ടോ, അതെനിക്ക് അവകാശപ്പെട്ടതാണ്. മേപ്പെട്ട് പോകുമ്പോഴോ പരലോകമാർഗേ, മുകളിലേക്ക് പോകുമ്പോൾ കർമാണി ഗച്ഛതി ജീവ ഏകനായിട്ടാ പോണേ. ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റില്ല. ലോകം മുഴുവൻ കീഴടക്കാനായിട്ട് ഒരു ചക്രവർത്തി പുറപ്പെട്ടു പണ്ട് മാസിഡോണിയയിൽ. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നൊക്കെയാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുക. അലക്സാണ്ടർ ചക്രവർത്തി ഒടുക്കം നമ്മുടെ ഭാരതം പിടിച്ചെടുക്കാൻ പോയിട്ട് പോറസിനോട് തോറ്റ് തിരിച്ചു പോകണമെങ്കിൽ പനി പിടിച്ചു. അങ്ങേർക്ക് മാസിഡോണിൽ ചെന്ന് പനി പിടിച്ച് രോഗശീല കിടന്നു. മരിക്കാറായെന്ന് ഉറപ്പായപ്പോൾ അലക്സാണ്ടർ അനന്തരാവകാശികളോട് പറഞ്ഞു, തൻ്റെ ഭടന്മാരോട് പറഞ്ഞു, എനിക്ക് ശവപ്പെട്ട് തയ്യാറാക്കുമ്പോഴേ സൈഡിൽ 2 ഹോൾസും കൂടി ഇട്ട് കൂട്ടോ, 2 ദ്വാരങ്ങളിടണം. എന്തിനാ തിരുമനസേ ഈ ശവപ്പെട്ടിക്ക് 2 ഹോൾസ് ഇടണേ? അല്ല, എൻ്റെ 2 കൈ എനിക്ക് പുറത്തേക്ക് ഇടാനാ.
ലോകം മുഴുവൻ കീഴടക്കാൻ ശ്രമിച്ച അലക്സാണ്ടർ ചക്രവർത്തി വെറും കൈയോട് കൂടിയിട്ട് അശൂന്യഹസ്തനായിട്ട് അവിടുന്ന് പോണേന്ന് ലോകം അറിയണം എന്ന് അലക്സാണ്ടർ ചക്രവർത്തിക്ക് ബോധം വന്നു. കലിയുഗ മനുഷ്യൻ, ഇന്നത്തെ മനുഷ്യന് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. ഒരു സാധനം കൊണ്ടുപോവാൻ പറ്റില്ല. എന്നിട്ട് നമ്മളെന്താ പറയുക? മേ മേ, എൻ്റെ 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 എൻ്റെ. ഭാഗവതം നമ്മളോട് പറയുക, ഈ ഒരു ബോധം എന്ന് ഉപേക്ഷിക്കണോ അന്നേ നേരെയാവുള്ളൂ. മറ്റന്നാൾ കാണാം അമ്മയ്ക്ക് മകൻ പറഞ്ഞു കൊടുക്കണ ദേവഹൂതി ദേവിക്ക് ഭഗവാൻ കപിലവാസുദേവൻ പറഞ്ഞു കൊടുക്കണം, അഹം മമാഭിമാനോത്ഥയ കാമലോഭാതിഭർമലയ വീതം യഥാ മനഃശുദ്ധം അദുഃഖം അസുഖം സമം. അപ്പോൾ ഈ ബോധമാണ്, ഞാനെന്നും എൻ്റേതെന്നുമുള്ള ബോധം കൊണ്ടാണ് ജ്ഞാനം നമുക്ക് ഉദിക്കാത്തത്, വൈരാഗ്യം നമുക്കില്ലാത്തത്. അതാണ് കഥയുടെ രൂപത്തിൽ പറഞ്ഞത്. നമുക്കൊക്കെ ഭക്തിയുണ്ട്, പക്ഷെ നമ്മുടെ ഉള്ളിൽ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണർന്നിട്ടില്ല. ഗുരുവായൂർ അമ്പലത്തിലെ ഭയങ്കര ക്യൂ ആണ്. ഗുരുവായൂരപ്പനെ തൊഴാൻ ഇടിയാണ്. ഞാൻ തൊഴാൻ പോണതിന് മുമ്പ് ഗുരുവായൂരപ്പൻ എനിക്ക് ഓടിയാലോ എന്ന് പേടിച്ചിട്ടാ. അല്ലേ? കൊടുങ്ങല്ലൂർ കാവലം തൊഴാൻ പോയി നോക്കൂ, എന്താ ഇടി! ആരാ ഈ ഇടി ഉണ്ടാക്കണേ? ഞാൻ തൊഴാൻ പോണതിന് മുമ്പ് കൊടുങ്ങല്ലൂരമ്മ ഓടിപ്പോയാലോ എന്ന് പേടിച്ചിട്ടാ. എന്നെ പോലെ തൊഴാൻ നിൽക്കുന്നവരാ മറ്റുള്ളവരെന്ന് വിചാരിച്ചാൽ എവിടെയെങ്കിലും ഇടി ഉണ്ടാവുമോ? നമ്മൾ പറയില്ലേ, റോഡിൽ ഭയങ്കര ബ്ലോക്കാട്ടോ, ആ പാലത്തിൻ്റെ അവിടെ ഭയങ്കര ബ്ലോക്കാ, ഭയങ്കര. ആരാ ഈ ബ്ലോക്ക് ഉണ്ടാക്കണേ? ബ്ലോക്ക് ഉണ്ടാക്കണത് ആരാ? നമ്മൾ തന്നെയാ. ട്രാഫിക് നിയമങ്ങൾ വേണ്ട രീതിയിൽ പരിപാലിച്ചാൽ ഒരു ബ്ലോക്കും വരില്ല ഒരു സ്ഥലത്തും. പക്ഷേ എനിക്കാദ്യം പോകണം, ഇടതുവശത്ത് കൂടെ ഓവർടേക്ക് ചെയ്യരുത്, ഇടതുവശത്ത് കൂടെ ഓവർടേക്ക് ചെയ്യരുതെന്ന് ട്രാഫിക് നിയമം പറഞ്ഞാലും ബ്ലോക്ക് വന്നാൽ അപ്പം ഇടതുവശത്ത് കൂടെ പോകും. അപ്പോൾ പ്രശ്നം ആരുടെയാണെന്ന് തീരുമാനിച്ചാൽ മതി. അതുകൊണ്ട് ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഈ ഭാവമുള്ളത് കൊണ്ടാണ് ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണരാത്തത്. നമുക്കൊക്കെ ഭക്തിയുണ്ട്, എല്ലാവർക്കും ഭക്തി ഉള്ളവരാ, അതുകൊണ്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണർന്നിട്ടുണ്ടോ? അപ്പൊ ഈ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ എന്താ മാർഗം? ഭാഗവതം കേൾപ്പിച്ചപ്പോഴാണ് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ എന്ന് പറഞ്ഞ് ചാടി എണീറ്റ് തുള്ളിച്ചാടി. ഭക്തി ദേവി രണ്ട് മക്കളെ കയ്യുമ്മ പിടിച്ചങ്ങോട്ട് തുള്ളിച്ചാടി. എപ്പോ? ഭാഗവതം കേട്ടപ്പോ. ഇതെന്താ സൂചിപ്പിക്കണേ? നമ്മുടെ ഉള്ളിലുള്ള ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വികസിക്കാൻ, ശ്രേയസ്സിലേക്ക് എത്താൻ ഭാഗവത ശ്രവണമാണ് വേണ്ടത്. ഇത് കേൾപ്പിക്കാനാണ് ഭഗാരോ ഭക്തിയോഗശ്ച. ഈ രണ്ടാമത്തെ അക്ഷരം ഗ, ഗകാരോ ഗർവവർജിത. നമ്മുടെ ഈഗോ, ഗർവ്, അഹം എന്ന ബോധം, ഞാൻ 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 ഞാൻ, ഈ കറ പിടിച്ച ക്ലാവ് പിടിച്ച ഓട്ടുപാത്രം പോലെയാണ് നമ്മുടെ മനസ്സ് എന്നാണ്. അത് ഒരു പ്രാവശ്യം കൊണ്ട് കഴുകിയാൽ, ക്ലാവ് പിടിച്ച ഓട്ടുപാത്രം വെറും വെള്ളം കഴുകിയാലോ ചാരമിട്ട് തേച്ചാലോ മണ്ണിട്ട് തേച്ചാലോ പുളിയിട്ട് തേച്ചാലോ ചിലപ്പോൾ പോയിന്ന് വരില്ല. എത്ര പ്രാവശ്യം കഴുകിയാലാണോ അത് സ്വർണം പോലെ തിളങ്ങുന്നത്, അത്രയും പ്രാവശ്യം നമ്മൾ കഴുകണം. അതുകൊണ്ടാണ് നാളെ നമുക്കൊരു ശ്ലോകം കാണാം, മുഹുരഹോ 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 മുഹുരഹോ. വീണ്ടും 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 കേൾക്കൂ. എത്ര പ്രാവശ്യം കേട്ടാലാണോ, എത്ര പ്രാവശ്യം ഭാഗവത സപ്താഹം കേട്ടാലാണോ നമ്മുടെ മനസ്സാകുന്ന ക്ലാവ് പിടിച്ച പാത്രത്തിൻ്റെ കറ മുഴുവൻ പോയി സ്വർണം പോലെ തിളങ്ങുന്നത്, പരിശുദ്ധമാകുന്നത്, അതുവരെ കേൾക്കണം. മുഹുരഹോ മുഹുരഹോ മുഹുരഹോ. വീണ്ടും 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 വീണ്ടും. എപ്പോഴൊക്കെ സപ്താഹം കേൾക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ കേൾക്കുക. അങ്ങനെ കേട്ട് കേട്ട് നമുക്ക് മനസ്സിലാവും എല്ലാവരുടെ ഉള്ളിലും ഈശ്വര ചൈതന്യം തന്നെയാണ്, എല്ലാവരും എന്നെ പോലെ തന്നെയാണ്. അപ്പൊ എന്തുണ്ടാവണു? ഗകാരോ ഗർവവർജിത. ആ ഈഗോ, ഗർവ് ഇല്ലാതാവും. അതാണ് ഭാഗവതത്തിന്റെ പ്രത്യേകത. ഗർവ് ഇല്ലാതാവും. വകാരോ വാക്യവിജ്ഞാനം. ശ്രേഷ്ഠമായ ഒരുപാട് വാക്കുകളുണ്ട്, വിജ്ഞാനപ്രദമായ വാക്കുകളുണ്ട് ഭാഗവതത്തിൽ. അങ്ങനെ നമുക്ക് വിജ്ഞാനത്തിലേക്ക് എത്താൻ സാധിക്കും. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വിശേഷേണ ജ്ഞാനം, അനുഭവ സമ്പത്ത് എന്നർത്ഥം.
നമുക്ക് അറിവുണ്ടായാൽ പോരാ, അത് പ്രായോഗിക തലത്തിൽ പ്രയോഗിക്കാറാവണം. അതുകൊണ്ട് സപ്തമസ്കന്ധത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകത്തിൽ ശ്രീനാരദ മഹർഷി പറയും, ഒരു മനുഷ്യന് ശ്രേയസ് വേണമെങ്കിൽ എന്താ വേണ്ടതെന്നറിയോ? നൈതാദൃശ പരോധർമ്മോ നൃണാം സദ്ധർമ്മമിച്ഛതാം. ശ്രേയസ് ആഗ്രഹിക്കുന്ന ഒരുത്തന് ഇതിലും വലിയൊരു ധർമ്മമില്ല. എന്താ? ന്യാസോ ദണ്ഡസ്യ ഭൂതേഷു. മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. മനോ വാക് കായജസേജ. മനസാ വാച കർമ്മണ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. ഇതാണ് പരമമായ ധർമ്മം. മനുഷ്യ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ശ്രേയസ് വേണ്ടവൻ എന്താ ചെയ്യേണ്ടത്? മനസാ വാച കർമ്മണ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. ഇങ്ങനെ അനേകം വാക്കുകളുടെ വിജ്ഞാനം അവിടെ കിട്ടും. വിജ്ഞാനപ്രദമായ അനേകം വാക്യങ്ങളെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതാണ് വകാരോ വാക്യവിജ്ഞാനം. ഇനി തകാരോ തത്വവിജ്ഞാനം, തകാരോ തത്വദർശനം. ആ ആത്മതത്വത്തിനെ ദർശിക്കാൻ സാധിക്കും. എന്താണ് ആത്മതത്വം? സർവം ഖൽവിദം ബ്രഹ്മ. ഇത് മുഴുവൻ ബ്രഹ്മമാണ്, ഇത് മുഴുവൻ ഈശ്വരനാണ്. ഈശാവാസ്യമിതം സർവം എന്ന് ഈശാവാസ്യ ഉപനിഷത്തിൽ പറഞ്ഞതുപോലെ സർവം ഖൽവിദം ബ്രഹ്മ, ഇത് മുഴുവൻ ഈശ്വരമയമാണ്, ഈശ്വരമയമാണ്, ഈശ്വരമയമാണ്. എല്ലാം ഈശ്വരമയമായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ഭകാരോ ഭക്തിയോഗശ്ച ഗകാരോ ഗർവവർജിത വകാരോ വാക്യവിജ്ഞാനം തകാരോ തത്വദർശനം. ഈ 4 ആപ്തവാക്യങ്ങളാണ് ഭാഗവതം കൊണ്ട് നമുക്ക് നേടേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഭാഗവതം എങ്ങനെ കേൾക്കണം? ധുന്ധുകാരി കേട്ടതുപോലെ കേൾക്കണം. ധുന്ധുകാരി കേട്ടത് പിന്നത്തെ 2 അധ്യായങ്ങൾ കൊണ്ട് പറഞ്ഞു. കഥകളൊക്കെ കേട്ടതായിരുന്നു, കഥകളിലേക്ക് പ്രവേശിക്കുന്നില്ല. ആത്മദേവൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ധുന്ധുലി എന്ന പത്നി ഉണ്ടായിരുന്നു. ഗർഭിണിയാകാൻ വിസമ്മതിച്ച് പഴം കിട്ടിയത്, സന്യാസി കൊടുത്ത പഴം പശുവിന് കൊടുത്തു. പശുവിൽ നിന്നൊരു പുത്രനുണ്ടായി, ഗോകർണൻ. അനുജത്തിയുടെ മകനെ എടുത്തുകൊണ്ടുവന്നു, ധുന്ധുകാരിന്ന് പേരിട്ടു. മഹാഖലനായി. അവസാനം പഞ്ചപണ്യവധൂവ്രത 5 വേശ്യകളുമായിട്ട് സമ്മേളിച്ച് അവസാനം വേശ്യകൾ ചുട്ടുകൊന്നു. മഹാപ്രേതമായി. ഗോകർണൻ ഭാഗവതം കൽപ്പിച്ചു. കഥകളൊക്കെ നിങ്ങൾക്കറിയാം. അതിൽ ആ ധുന്ധുകാരി എന്ന് പറഞ്ഞു. ആരാണ് ധുന്ധുകാരി? ഭാഗവതം കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഭാഗവതത്തിലെ സകല കഥാപാത്രങ്ങളും നമ്മൾ തന്നെയാണ്. നമ്മുടെ ഇടയിലുള്ളവരാണ്, നമ്മുടെ ഉള്ളിലുള്ളവരാണ്, നമ്മൾ തന്നെയാണ്. 14 ലോകവും പിടിച്ചടക്കിയ ഹിരണ്യകശിപുവാകുന്നതും നമ്മൾ തന്നെയാണ്. ഹിരണ്യാക്ഷൻ എന്ന് പറയുന്നതും നമ്മൾ തന്നെയാണ്. സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളാണ്. പ്രഹ്ലാദൻ എന്ന് പറഞ്ഞാൽ നമ്മളാണ്. ധ്രുവൻ എന്ന് പറഞ്ഞാൽ നമ്മളാണ്. സുരുചി നമ്മളാണ്. സുനീതി നമ്മളാണ്. ഉദാനപാദൻ നമ്മളാണ്. മഹാബലി നമ്മളാണ്. എല്ലാവരും നമ്മളാണ്. നമ്മളിൽ തന്നെ കാണാം ഇവരെല്ലാവരെയും. ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ തന്നെയാ ഹിരണ്യാക്ഷൻ. നാളെ ഇനി വരാഹാവതാരം പറയുമ്പോൾ വരാഹമൂർത്തിയായ ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ ഉദ്ധരിച്ചു എന്ന് പറയുമ്പോൾ ഉണ്ട കണ്ണും കൊന്തറം പല്ലും തലയിലും കൊമ്പും വാലുള്ള ബാലരമേലെ ലുട്ടാപ്പിയെ പോലത്തൊരു സാധനമൊന്നുമല്ല ഈ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്നത്. ആരാ ഹിരണ്യാക്ഷൻ? ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം എന്നർത്ഥം. അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നർത്ഥം. സ്വർണത്തിൽ കണ്ണുള്ളവൻ. സ്വർണത്തിന് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സ്വർണം ഇഷ്ടമല്ലാത്തവർ. അതുകൊണ്ടല്ലേ സ്വർണ്ണമ്മയ്ക്ക് 90 കഴിഞ്ഞേ അല്ലേ? അപ്പൊ സ്വർണ്ണം ഇഷ്ടമല്ലാത്ത ആരുമില്ല. സ്വർണത്തിൽ കണ്ണുണ്ടാവൂ. അപ്പൊ നമ്മളൊക്കെ തന്നെയാ ഹിരണ്യാക്ഷന്മാരെ. സ്വർണത്തിനെ ഇഷ്ടപ്പെട്ട എവിടെയൊക്കെ കെട്ടിത്തൂക്കാമോ സ്വർണം അവിടെയൊക്കെ കെട്ടിത്തൂക്കും അല്ലേ? സത്രാജിത്തിനോട് ചോദിച്ചാൽ മതി. 6-ാമത്തെ ദിവസം നമുക്ക് കാണാം. പണ്ടൊക്കെ കാതില് ഒരു സ്ഥലത്തെ കുത്താറുള്ളൂ, ഇപ്പൊ ചെവിയിൽ സ്ഥലമില്ല കുത്താനായിട്ട്. തിരുപ്പതി ദേവര് ഗോള കേട്ടതുപോലെയാ കല്യാണ പെണ്ണിന്റെ വേഷം. കൊടുക്കാൻ താലികെട്ട് മാറ്റി വെച്ചു. താലി കെട്ടാൻ സ്ഥലമില്ല കഴുത്തിൽ. ഇങ്ങനെയാണ് സംഭവം അല്ലേ? ഗോള കേട്ട പോലെയാ. സ്വർണം എന്ന് പറയുന്നത് കലിയുടെ ഇരിപ്പിടാ. നാളെ കാണാം നമുക്ക്. പരീക്ഷത്ത് ഏർപ്പെടുത്തിയ 5-ാമത്തെ സ്ഥാനം ജാതരൂപം അതാൽ വിഭു.
കലിയുടെ ഇരിപ്പിടാണ് സ്വർണം, അതിൻ്റെ പുറകെ നമ്മൾ ഓടണേ, പിന്നെ നമ്മൾ നേരിയാവുമോ? അല്ലേ? ഇതാണ് നമ്മുടെ കുഴപ്പമെന്ന്. അപ്പൊ ഇങ്ങനെ ആ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ലോകാനാമേകം ഈശ്വരം മഹാബലി, അതും നമ്മൾ തന്നെയാണ്. ഇങ്ങനെ ഭാഗവതത്തിലെ എല്ലാ കഥാപാത്രം, ധുന്ധുകാരി നമ്മൾ തന്നെയാണ്. ധുന്ധുകാരുടെ പ്രത്യേകത എന്താ? പഞ്ചപണ്യ വധൂവ്രത, 5 വേശ്യകളുമായിട്ട് നടക്കുന്നവൻ. നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ട് 5 വേശ്യകൾ. അങ്ങോട്ട് നോക്കണ്ട, എല്ലാവരുടെ കൂടെ ഉണ്ട് 5 വേശ്യകൾ. പേര് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കണ്ണ, ചെവി, മൂക്ക, നാവ്, തൊക്ക്, ഇത് 5 എന്താ വേശ്യ എന്ന് പറഞ്ഞാൽ? വശീകരിക്കുന്നവൾ വേശ്യ. കണ്ടു മതിയെന്ന് കണ്ടു പറയോ? ഇല്ല. കേട്ട് മതിയെന്ന് കണ്ടു പറയോ? ഇല്ല. സംസാരിച്ച് മതിയെന്ന് നാവ് പറയോ? ഇല്ല. ഒരിക്കലും മതി എന്ന് പറയില്ല. അതാണ് ദേവഹൂതി പറഞ്ഞ അസത് ഇന്ദ്രിയ ദരിഷണാൽ. അപ്പൊ നമ്മളെ ഇങ്ങനെ വലിച്ചഴക്കണു. ഒരാൾക്ക് 5 ഭാര്യ ഉണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ വീട്ടിലേക്ക് വരൂ, എൻ്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ പിടിച്ച് വലിച്ചാലോ? അയാൾക്ക് പെരുവഴിയല്ലേ? ഇതിന്റെ സംഭവിക്കണം. പ്രഹ്ലാദൻ എന്താ പറഞ്ഞ? ബഹ്വ സപത്നൈവ ഗേഹപതിം ലുനന്തി. ഒരാൾക്ക് 5 ഭാര്യമാരുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ് 5 ഭാര്യമാര് പിടിച്ചു വലിച്ചാൽ അയാളുടെ ഗതി അധോഗതിയാണ്. ശങ്കരാചാര്യസ്വാമികൾ പറയും, കേട്ടാ നമുക്ക് ചിരി വരും. ശബ്ദാദിഭി പഞ്ചഭിരേവ പഞ്ച പഞ്ചത്വമാപു സഗുണേന ബുദ്ധ. ഓരോ ഇന്ദ്രിയം സ്ട്രോങ് ആയപ്പോ ഓരോ ജീവികൾ ചത്തു. ആരൊക്കെ? കുരങ്ക, മാതങ്ക, പതങ്ക, ഭൃംഗ, മീന. കണ്ണ് ഈയാമ്പാറ്റയ്ക്ക് കണ്ണ് സ്ട്രോങ് ആയിരുന്നു, തീയെ തിന്നാനുള്ള സാധനം വിചാരിച്ച് ചെന്ന് വീണ് ചത്തു. മാൻ, അതിന് ചെവിയാ. അത് വട്ടം പിടിച്ചപ്പോൾ ചെവി വട്ടം പിടിക്കുന്ന നേരത്ത് വേടൻ വല എറിഞ്ഞു. അതിൻ്റെ കഥ 24 ഗുരുക്കന്മാരിലെ ഗുരുക്കന്മാരെ പറ്റിയാ പറഞ്ഞത്. വണ്ട്, അതിൻ്റെ മൂക്കാ പ്രശ്നം. നല്ല വാസന എന്ന് പറഞ്ഞാൽ കൈതപ്പൂവിൻ്റെ വാസന കേട്ട് കൈതക്കൂട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ മുള്ളു കൊണ്ടിട്ട് ചെറിയ കയറും. അതിൻ്റെ കഥ കഴിഞ്ഞു. മത്സ്യം, ചൂണ്ടക്കുളത്തിലെ ഇര വന്നപ്പോൾ തിന്നാനുള്ള വിചാരിക്കണോ, അത് പിടിച്ച് വിഴുങ്ങണു. മത്സ്യത്തിൻ്റെ നാവാ കുഴപ്പം. കൊമ്പനാനയ്ക്കോ തൊക്കാ കുഴപ്പം. പിടിയാനെ സ്പർശിക്കാൻ പോകുമ്പോൾ കൊപ്പത്തിൽ വാരിക്കുഴിയിൽ വീണു. പിന്നെ ചങ്ങല മാറണില്ല. ഇങ്ങനെ ഓരോ ജീവികൾക്ക് ഓരോ അവയവം സ്ട്രോങ് ആയപ്പോ ചത്തുപോയി, ജീവിതം തകർന്നു. മത്സ്യത്തിന് നാവാണ്, വണ്ടിന് മൂക്കാണ്, മാനിന് ചെവിയാണ്, ആനയ്ക്ക് ത്വക്കാണ്, ഈ അമ്പാറ്റയ്ക്ക് കണ്ണാണ്. നമ്മുടെ ഏതാ മോശം? ഏത് ഇന്ദ്രിയ നമ്മുടെ മോശം? ശങ്കരാചാര്യ സ്വാമികൾ പറയാ, കുരങ്ക, മാതങ്ക, പതങ്ക, ഭൃംഗമീന നര പഞ്ചഭിരഞ്ജിതയ്ക്കും. മനുഷ്യൻ 5 സ്ട്രോങ് ആയപ്പോ അവന്റെ ഗതി അധോ ഗതിയാണെന്ന. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളാൽ ജീവിതം കുട്ടിച്ചോറാവുന്നവന്റെ പേരാണ് ധുന്ധുകാരി. ഗതി കിട്ടാപ്രേതം പോലെ ഇങ്ങനെ നടക്കുക അല്ലേ? ഇന്നത്തെ കലിയുഗ മനുഷ്യൻ ഗുരുവായൂർ പോയിട്ട് ഭജന ഇരുന്നാലാണോ ഞാൻ വിചാരിച്ച കാര്യം നടക്കുക? കൊടുങ്ങല്ലൂരമ്മയുടെ അവിടെ ഗുരുതി തൊഴുതാലാണോ ഞാൻ വിചാരിച്ച കാര്യം നടക്കുക? ശബരിമലയ്ക്ക് മാലയിട്ട് അങ്ങോട്ട് പോയാലാണോ? ഒരു സ്ഥലത്തേക്ക് പോവണ്ടെന്നല്ലാട്ടോ പറഞ്ഞിട്ട് അർത്ഥം. എന്താ ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ തിരക്ക് കൂടാൻ കാരണം? ഗതി കിട്ടണില്ല. എന്ത് ചെയ്തിട്ടും മനസ്സമാധാനം എന്ന് പറഞ്ഞ സാധനം ആർക്കും കിട്ടണില്ല. അതല്ലേ ഈ അമ്പലത്തിൽ ഇത്ര ഭയങ്കര ഇടി. പണ്ടൊക്കെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ചൊവ്വയും വെള്ളിയും ഞായറേ ഉണ്ടായിരുന്നുള്ളൂ. വിഷ്ണുവിന്റെ അമ്പലത്തിൽ തൃപ്പൂണിത്തറയൊക്കെ ആണെങ്കിൽ വ്യാഴവും ഞായറും മാത്രമല്ല. ഇപ്പൊ എല്ലാ ദിവസവും തിരക്കാം. എന്താ കാരണം? ജനങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും മനസ്സമാധാനവും ഇല്ല. ഏത് അമ്പലത്തിൽ പോയിട്ട് തിങ്കളാഴ്ച ആയാൽ ശിവന്റെ അമ്പലത്തിൽ പോവും, ചൊവ്വാഴ്ച ആയാൽ ദുർഗയുടെ അമ്പലത്തിൽ പോവും, ബുധനാഴ്ച ആയാൽ അടുത്തുള്ള അമ്പലത്തിൽ പോവും, വ്യാഴാഴ്ച ആയാൽ വിഷ്ണുവിന്റെ അമ്പലത്തിൽ പോവും, വെള്ളിയാഴ്ച ആയാൽ ഭദ്രകാളിന്റെ അമ്പലത്തിൽ പോവും, ശനിയാഴ്ച ആയാൽ അയ്യപ്പന്റെ അമ്പലത്തിൽ പോവും, ഞായറാഴ്ച ഹോളിഡേ അല്ലേ, കാറെടുത്ത് എല്ലാ അമ്പലത്തിലും പോവും. ഏത് അമ്പലത്തിൽ പോയിട്ട് ഏത് ഭണ്ഡാരത്തിൽ കാശിട്ടാലാണ് ട്രാങ് എന്നും പറഞ്ഞ് ഭഗവാൻ നമുക്ക് നമ്മൾ വിചാരിച്ച കാര്യം നടത്തി തരിക എന്ന് വിചാരിച്ചതാ ഈ ഓട്ടം. ഒരമ്പലത്തിലും പോകണ്ടെന്നല്ല, പക്ഷേ ഈ ധുന്ധുകാരി ആവരുതെന്ന്. അപ്പൊ ധുന്ധുകാരി ആരാ? നമ്മൾ തന്നെ മനസമാധാനം കിട്ടാണ്ട് ഗതി കിട്ടാ പ്രേതം പോലെ നടക്കുന്ന കലിയുഗ മനുഷ്യന്റെ പേരാണ്. ആ ധുന്ധുകാരി കേട്ടതുപോലെ ഭാഗവതം കേൾക്കണം.
ദുന്ദുകാരി എങ്ങനെയാ കേട്ടത്? 7 കവർച്ചങ്ങളൊരു മുളയുടെ ഉള്ളിൽ. അപ്പൊ നമ്മളും 7 കവർച്ചങ്ങളൊരു മുളയുടെ ഉള്ളിൽ കയറിയിരിക്കണം. ഇല്ലിപ്പട്ടലിന്റെ ഉള്ളിൽ പോയി ഇരിക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെന്താ? 7 കവർച്ചങ്ങളുള്ള മുളംകുറ്റി ഏതാ? ഇത് തന്നെ, നമ്മുടെ മനുഷ്യ ശരീരാണ്. ത്വം മാംസ രുധിര സ്നായു മേധോ മജ്ജ അസ്ഥി സംഹതൗ, സപ്തധാതു നിർമ്മിതമായിരിക്കുന്ന ഈ മനുഷ്യ ശരീരത്തിനെ ആ മുളംകുറ്റി എന്ന് പറഞ്ഞത്. കലയുടെ രൂപത്തിൽ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ധുന്ധുകാരി ഒരു മഹാപ്രേതം ഉണ്ടായി മുളംകുറ്റിയുടെ ഉള്ളിൽ കയറിയിരുന്നു എന്ന് പറഞ്ഞത്. ഓരോ ദിവസം ഭാഗവതം കേൾക്കുമ്പോൾ, ഗോകർണം കേൾപ്പിച്ച് ഭാഗവതം കേൾക്കുമ്പോൾ ആദ്യത്തെ ദിവസം ആദ്യത്തെ കവർച്ചം പൊട്ടി, രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ കവർച്ചം പൊട്ടി, മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ കവർച്ചം പൊട്ടി. എന്താ അത്? ഓരോ തലത്തിലേക്ക് നമ്മൾ ഉയരണം എന്ന്. സപ്താഹത്തിന് 7 ദിവസം എന്ന് പറഞ്ഞാൽ 7 സ്റ്റെപ്പാണ്, ഓരോ 7 പീഠികയാണ്. സപ്താഹത്തിന് ചെല്ലുമ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടിയേ എന്ന് 7-ാം ദിവസം ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ 3 നേരം ശാപ്പാട് കിട്ടി എന്ന് മാത്രം പറയാറാവരുത്. ഞങ്ങൾ ഓരോ സ്റ്റെപ്പും കയറി 7 സ്റ്റെപ്പുണ്ട്. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണായി എന്ന് പറയാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ ശിവോഹം ശിവോഹം എന്ന് പറയാറാവണം. അതിനു വേണ്ടിയിട്ട് ആ സപ്താഹം കേൾക്കണം എന്ന് പറഞ്ഞ് ഈ 6 പടിയും കടന്ന് 7-ാമത്തെ പടിയിൽ ചെല്ലണം. 7-ാമത്തെ പടി ചെല്ലുമ്പോൾ ശിവനെ കാണാവും. അതാണ്, ആ ശിവനാണ്, ആ ശൃംഗപുരത്തെ ശ്രീകോവിലിന്റെ ഉള്ളിലിരിക്കുന്ന ശിവൻ തന്നെയാണ് എൻ്റെ ഈ ശരീരത്തിന്റെ ഉള്ളിലും. ശൃംഗപുര ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ ഉള്ളിലിരിക്കുന്ന ശിവൻ തന്നെയാണ് എൻ്റെ ശരീരമെന്ന ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത എന്ന ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നതും ശിവോഹം 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 ഇത് പറയാറാവണം. അതിൻ്റെ 6 സ്റ്റെപ്പുകൾ കഴിഞ്ഞ് 7-ാമത്തെ സ്റ്റെപ്പ്. അതിനാണ് ഓരോ ദിവസം ഓരോ സ്റ്റെപ്പായിട്ട് 7 ദിവസം കേൾക്കണത്. 7 പടികൾ നമ്മൾ കേൾക്കണം. അതിനാദ്യം എന്താ വേണ്ടത്? ശുഭേച്ഛ. ഈ സംസാര ക്ലേശങ്ങളിൽ നിന്ന് മോചനം കിട്ടണം എന്ന ഇച്ഛയുണ്ടാവണം, താല്പര്യമുണ്ടാവണം, ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഈ ക്ലേശപൂർണമായിരിക്കുന്ന ഈ ദുരിതങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. പറയാറില്ലേ, ഈ നരകത്തിൽ തന്നെ കരകയറ്റിയിടണം തിരുവയ്ക്കം വാഴും ശിവശംഭോ എന്ന്. ആ ശംഭുവിനോട് പറയണമെങ്കിൽ എന്ത് വേണം? വൈഷ്ണവാനാം അഹം ശംഭു. പ്രചേതസ്സുകളോട്, തപസ് ചെയ്യാൻ പോയ പ്രചേതസ്സുകളോട് മഹാദേവൻ പറഞ്ഞെന്താ? നിങ്ങള് പ്രാചീന ബർഹിസിന്റെ മക്കളല്ലേ 10 പേര്? അതെ. തപസ് ചെയ്യാൻ പോവല്ലേ? അതെ. ഗുരുവായൂരപ്പന്റെ കഥകൾ നിങ്ങൾക്ക് കേൾക്കണോ? വേണം, ഞാൻ പറഞ്ഞു തരാം. 47 ശ്ലോകത്തിലായിട്ട് രുദ്രഗീതം യോഗാദേശം എന്ന് പറഞ്ഞു കൊടുത്തു. ആര്? നമ്മുടെ ശൃംഗപുരത്ത് ദേവര്, മഹാദേവൻ. വൈഷ്ണവാനാം അഹം ശംഭു. ഗുരുവായൂരപ്പന്റെ കഥകളെ ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കുന്ന എളിയ ഭക്തനാണ് ഞാൻ. നിങ്ങൾക്ക് എൻ്റെ ലെവലിലേക്ക് എത്തണോ? ശിവോഹം ശിവോഹം എന്ന ലെവലിലേക്ക് എത്തണോ? എൻ്റെ കൂടെ വരൂ. പ്രചേതസ്സുകൾക്ക് 47 ശ്ലോകത്തില് യോഗാദേശം പറഞ്ഞു കൊടുത്തതുപോലെ ഭാഗവതം നമുക്ക് പറഞ്ഞു തരണു. ചില ഗ്രന്ഥങ്ങളിൽ കാണാം ഉമാമഹേശ്വര സംവാദ രൂപത്തിലാണ് ഭാഗവതം മുഴുവനെന്ന്. ഇപ്പൊ പ്രചാരത്തിലുള്ള പുസ്തകത്തില് സൂതശൗനക സംവാദമാണ്. അതിനു മുമ്പ് പ്രാചീനമായ ചില ഗ്രന്ഥങ്ങളില് ശൃംഗപുരത്ത് ദേവര് പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത്രേ ഭാഗവതം. കഥയ മമ കഥകളതി സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതീവര. ഇനിയും പറയൂ മുഹുരഹോ 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 എന്ന് പാർവതി ദേവി പറഞ്ഞപ്പോ ഹിമശിഖരി സുതയോട് ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. എഴുത്തച്ഛൻ കിളിപ്പാട്ടിൽ പറഞ്ഞതുപോലെ ഉമാമഹേശ്വര സംവാദ സ്വരൂപമായിട്ടാണ് ഭാഗവതം എന്ന് പ്രാചീനത്തിലുള്ള ചില ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ ആ മഹാദേവൻ പറഞ്ഞു തരണു, 7-ാമത്തെ ദിവസം നിങ്ങൾക്ക് ശിവനെ കാണാം, ശിവനായിട്ട് മാറാം. അതിന് ഒന്നാമത്തേത് ശുഭേച്ഛ. ഈ സംസാര ക്ലേശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? ഹരശങ്കര ശിവശങ്കര ദുരിതങ്കള ശിവനെ ഹരിദാസ്യമോടനിശം മമ വളരാൻ വഴി വരണേ. അതിനെന്താ മാർഗം? ശൃംഗപുരത്ത് ദേവരെ ആശ്രയിച്ചാൽ മതി, അദ്ദേഹം പറഞ്ഞു തരും നമുക്ക്. ഇവിടെ അദൃശ്യനായിട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. അദ്ദേഹമാണ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതും കേൾപ്പിക്കുന്നതും അനുഭവിപ്പിക്കുന്നതും ഒക്കെ.
അപ്പൊ നമ്മളൊക്കെ 7ാമത്തെ ദിവസം ശിവസ്വരൂപികളാവണം. അപ്പൊ ആദ്യം ഈ സംസാര ക്ലേശത്തിൽ നിന്ന് മോചനം നേടണമെന്ന് താല്പര്യം ഉണ്ടാവണം. അതിന് ഉദാഹരണമാണ് വിദുര മഹാശയന്റെ കഥ പറഞ്ഞത് തൃതീയ സ്കന്ധത്തില്. നേരത്തെ പറഞ്ഞ ശ്ലോകം, സുഖായ കർമാണി കരോതി ലോക. സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കും തോറും മനുഷ്യന് ദുഃഖമാണല്ലോ ഉണ്ടാകുന്നത്. എന്താ മഹർഷി ഇതിന് കാരണമെന്ന് വിദുരൻ മൈത്രേയനോട് ചോദിക്കുന്നു. ശുഭേച്ഛയുടെ ഉദാഹരണം വിദുര മഹാശയൻ. അപ്പൊ ചിന്തിക്കും, എന്താ ഈ സുഖത്തിന് ദുഃഖത്തിന് കാരണം? 2ാമത്തെ സ്റ്റെപ്പിലേക്ക് കയറും. 2ാമത്തെ ദിവസം സുവിചാരണ. നമ്മൾ വിചാരം ചെയ്യും, അനലൈസ് ചെയ്യും, മനനം ചെയ്യും, ചിന്തിക്കും. സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കും തോറും എന്തുകൊണ്ട് ദുഃഖമുണ്ടാവണു? അതിനുത്തരം നമുക്ക് പറഞ്ഞു തരും കപിലവാസുദേവൻ. സുവിചാരണ എന്ന 2ാമത്തെ സ്റ്റെപ്പ് ഉദാഹരണം കപിലവാസുദേവൻ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും, ഈ നശിക്കുന്ന സാധനങ്ങളുടെ പുറകെ പോണതാണ് നമ്മുടെ പ്രശ്നം. ബി ഡിറ്റാച്ച്ഡ്. ഈ നശിച്ചു പോണ സാധനങ്ങളോട് അസംഗത ഉണ്ടാവുക, ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവുക. അതാണ് 3ാമത്തെ സ്റ്റെപ്പ്. സപ്താഹത്തിന്റെ 3ാമത്തെ ദിവസം അസംഗത. അതാണ് ഭരതന്റെ കാര്യം പറഞ്ഞത്. ഭരതയോഗീശ്വരൻ എല്ലാത്തിനോടും ഡിറ്റാച്ച്ഡ്. അന്ധനെ പോലെ, മൂകനെ പോലെ, ബധിരനെ പോലെ സഞ്ചരിച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ട് നടന്ന ആള്. ഭരതന്റെ കഥ പറയുന്നു, ഋഷഭന്റെ കഥ പറയുന്നു. അതാണ് 3ാമത്തേത്. 4ാമത്തേതോ? 4ാമത്തെ സ്റ്റെപ്പാണ് വിലാപിനി. സപ്താഹത്തില് 4ാമത്തെ ദിവസം വിലാപിനി എന്ന ലക്ഷണം. ഈ സംസാര ക്ലേശങ്ങളൊക്കെ ഈ സംസാരത്തിലെ സകലതും ദുഃഖമുണ്ടാക്കുന്നതാണ് നമുക്കറിയാം. ഭാര്യ, ഭർത്താവ്, ഗൃഹം, സമ്പത്ത്, വസ്ത്രം, ആഹാരം, ആഭരണം, ഇതൊക്കെ ദുഃഖമുണ്ടാക്കുന്നതാണ് നമുക്കറിയാം. പക്ഷേ അതിന് നമുക്ക് രക്ഷപ്പെടാനാവണില്ല. പിടിച്ചു വലിക്കുക നമ്മളെ 4 ഭാഗത്തു നിന്നും. സമ്പത്തായിട്ടും സന്തതിയായിട്ടും സ്ത്രീസുഖമായിട്ടും ഗൃഹമായിട്ടും പലതരത്തില് നമ്മളെ പിടിച്ചു വലിക്കണു. അപ്പൊ ഉറക്കെ നമ്മളാകുന്ന ജീവാത്മാക്കൾ ഉറക്കെ നിലവിളിക്കുകയാണ്, നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഉറക്കെ നിലവിളിക്കണു. ആ നിലവിളിയാണ് വിലാപിനി. അതാണ് ഗജേന്ദ്ര മോക്ഷം പറഞ്ഞത്. 4ാമത്തെ ദിവസം വിലാപിനി എന്ന ലക്ഷണത്തോടു കൂടി ഉറക്കെ വിളിച്ചു പറയുന്നത് നമ്മളാകുന്ന ഗജേന്ദ്രന്മാര്, ജീവാത്മാക്കൾ ഭഗവാനെ വിളിച്ച് കരയണു. വിലാപിനി എന്ന ലക്ഷണം. ആ സമയത്തോ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു 4ാമത്തെ ദിവസം സന്ധ്യയ്ക്ക്. അധ സർവഗുണോപേത കാല പരമശോഭന യർഹേവാജന ജന്മക്ഷം ശാന്തക്ഷഗ്രഹധാരകം നിശീധേ തമോദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യം വിഷ്ണു സർവഗുഹാശയ ആവിരാസിൽ യഥാപ്രാച്യാം ദിശീന്തിരിവ പുഷ്കല എന്ന രീതിയിൽ ആ ശ്രീകൃഷ്ണ പരമാത്മാവ് അവിടെ അവതരിക്കണു. ശ്രീകൃഷ്ണ പരമാത്മാവ് അവതരിച്ചാലും കഴിഞ്ഞാലോ 5ാമത്തെ ദിവസം മുഴുവൻ ശ്രീകൃഷ്ണ ലീലകളാ. തുള്ളി ചാടാൻ തുടങ്ങും നമുക്ക്. 4-5 തുള്ളിയെ കർണത്തിൽ വീണുള്ളൂ, പാദങ്ങൾ മണ്ണിലുറയ്ക്കാറായി. ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോഴേ ആ തൈർക്കാലം തല്ലി അങ്ങോട്ട് പൊളിച്ച് ആ വെണ്ണ കയ്യിലെടുത്തുകൊണ്ട് പോണ സമയത്ത് യശോദമ്മ കയറുകൊണ്ട് ഒരലുമ്മ കെട്ടിയിട്ടുണ്ടെങ്കിൽ നേരത്തെ നമുക്ക് ആർക്കാരും ചിരി വരില്ലേ, സന്തോഷം വരില്ലേ? എത്ര കേട്ടാലാ മതിയാവുക? എത്ര സപ്താഹത്തിൽ എത്ര ആചാര്യന്മാര് പറഞ്ഞാലും മതിയാവൂ ആ കഥകൾ കേട്ടാൽ? അപ്പൊ നമ്മള് മേൽപ്പത്തൂര് പറഞ്ഞ പോലെ പീയൂഷാപ്ലാവിതോഹം സച്ചിദാനന്ദത്തിൽ മുഴുകിയിരിക്കും. അപ്പൊ 5ാമത്തെ ദിവസം ലക്ഷണം സച്ചിദാനന്ദം. പരിപൂർണമായിട്ട് ശ്രീകൃഷ്ണ കഥകൾ മാത്രമേ നമുക്ക് കേൾക്കാനുള്ളൂ. ശ്രീകൃഷ്ണ കഥകളാകുന്ന ആ ഹരികഥാമൃതത്തില് തുള്ളിച്ചാടിക്കൊണ്ട് നീന്തി തുടിച്ചുകൊണ്ട് ഒരു സ്വിമ്മിംഗ് പൂളില് നമ്മൾ തുള്ളിച്ചാടി നീന്തി കളിക്കുന്നത് പോലെ ഹരികഥാമൃതത്തിൽ നമ്മൾ നീന്തി കളിക്കണു. പിന്നീടാണ് 6ാമത്തെ ദിവസം. 6ാമത്തെ ദിവസമാണ് ഒന്നിൻ്റെയും സ്ഫുരണമില്ലാതെ നിസ്സംഗമായിട്ട് ഭഗവത് കഥകൾ മാത്രം കേൾക്കാൻ. 6ാമത്തെ ലക്ഷണം പദാർത്ഥഭാവിനി. ഒന്നിൻ്റെയും സ്ഫുരണമില്ല, നിസ്സംഗമായ അവസ്ഥ. അതാണ് നിമി എന്ന രാജാവിൻ്റെ കഥ. നിമി നവയോഗി സംവാദത്തില്
മന്യേ കുതസ്ഥിൽ ഭയം അച്യുതസ്യ പാദംബുജോപാസനമത്ര നിത്യം. ഭഗവാന്റെ ആ പാദസ്മരണയിലൂടെ മോക്ഷത്തിലേക്ക് എത്താം എന്ന് നിമിക്ക് നവയോഗികൾ പറഞ്ഞു കൊടുക്കണു. അത് ആറാമത്തേത്. ഏഴാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഏഴാമത്തെ ലക്ഷണം തുരീയം, നാലാമത്തെ അവസ്ഥയിലേക്ക്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളെ കടന്ന് സത്വഗുണം, രജോഗുണം, തമോ ഗുണം ഇതെല്ലാം ഉപേക്ഷിച്ച് താൻ തന്നെ സാക്ഷിയിതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരി എന്ന രൂപത്തിൽ നിസ്സംഗനായിട്ട് ഭഗവാനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന യോഗീശ്വരനായിട്ട് അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി. ഏഴാമത്തെ ദിവസം പരീക്ഷത്തിനെ കൊണ്ട് ശ്രീശുക ബ്രഹ്മർഷി പഠിപ്പിച്ചതെന്താ? അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി എന്ന അവസ്ഥയിലേക്ക് ഒരു ജീവാത്മാവിനെ ഏഴാമത്തെ ദിവസം എത്തിക്കണു. അതാണ് തുരീയം. തുര്യത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണം പരീക്ഷിത്ത് എന്ന രാജർഷിയുടെ മോക്ഷം. ഇങ്ങനെ സപ്താഹം എന്ന് പറഞ്ഞാൽ 7 ദിവസം വന്ന് ശാപ്പാടടിച്ച് ഭഗവാന്റെ കഥകൾ കേട്ടു എന്ന് മാത്രമാവരുത്. ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ മനസ്സിന്റെ നില ഉയർന്ന് 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 ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക്, രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക്, മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക്, അങ്ങനെ പടിയാറും കടന്ന് ഏഴാമത്തെ ദിവസം നമുക്ക് ഉച്ചയ്ക്ക് പറയാറാവണം ശിവോഹം, ശിവോഹം, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി. സകല ചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യമാണ് തന്നിൽ താനായിട്ട് നിറഞ്ഞിരിക്കുന്ന ഈ ചൈതന്യം. സകല ചരാചരങ്ങളിലും, നേരത്തെ ഉള്ളൂരിന്റെ പറഞ്ഞില്ലേ, ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട്, അയ്യൻ പുലയനിലുണ്ട്, ആദിത്യനിലുണ്ട്, അണുവിലുമുണ്ട് എന്ന് പറഞ്ഞ ആ ചൈതന്യം തന്നെയാണ് ശൃംഗപുരത്ത് ശ്രീകോവിലിന്റെ ശിവലിംഗത്തിന്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും സകല ചരാചരങ്ങളിലും ചൈതന്യവത്തായിട്ടിരിക്കുന്നത്. സർവം ഖല്ലിദം ബ്രഹ്മ. ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ, ഞാൻ തന്നെയാണ് ബ്രഹ്മം. അഹം ബ്രഹ്മാസ്മി, സർവം ഖല്ലിദം ബ്രഹ്മ, അയം ആത്മാ ബ്രഹ്മ എന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താറാവണം. ഇതിനാണ് ഈ മനുഷ്യ ശരീരം ഉപയോഗിക്കേണ്ടത്. അത് ഈ ഭാഗവത സപ്താഹ ശ്രവണം കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. ഈ 7 ദിവസം കൊണ്ട് നമുക്ക് ഇത് ലഭ്യമാകും. നേരത്തെ പറഞ്ഞില്ലേ, സുഖം തേടി നമ്മൾ നടന്നു. 358 ദിവസവും നിങ്ങൾ അന്വേഷിച്ച് നടന്നു. കിട്ടിയോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. ഒരു 7 ദിവസം ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബ ശുഖഗാഥ അതുലസുധാം, ശ്രീശുക ബ്രഹ്മർഷി പാടിയതായ ആ കഥ നിങ്ങൾ കേൾക്കൂ, ആ കഥ നിങ്ങൾ കേൾക്കൂ. എന്തിനാ? ക്ഷേമാർത്ഥം, നിങ്ങളുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് ആ കഥകൾ കേൾക്കൂ. അപ്പൊ സപ്താഹം എന്ന് പറഞ്ഞാൽ 7 ദിവസം ഇവിടെ വന്നിരുന്ന് കഥകൾ കേട്ട് ആഹാരം കഴിച്ച് പ്രസാദം സ്വീകരിച്ചു പോവുക എന്നല്ല. നമ്മുടെ മനസ്സിനെ, ആത്മാവിനെ ഒരു സ്റ്റെപ്പായിട്ട് ഉയർത്തിയിട്ട് ഏഴാമത്തെ ദിവസം ഏഴാമത്തെ അവസ്ഥയിലേക്ക് എത്തണം. തുരീയ അവസ്ഥയിലേക്ക് എത്തണം. പരീക്ഷിത്തുക്കളായ നമ്മൾ പറയണം അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി.